ഓം ധ്യേയം സദാ പരിഭവഘ്നമഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ചിനുതം ശരണ്യം ഭൃത്യാർത്തിഹം പ്രണതപാലഭവാബ്ദിപോതം വന്ദേ മഹാപുരുഷ തേ ചരണാരവിന്ദം ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമം ച ലഭത്തെ പുരുഷോ യദാ വൈ അജ്ഞാനഹേതുകൃതമോഹമദാന്ധകാരനാശം വിധായ ഹി തദോദയത്തെ വിവേകഃ യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രശാലയിൽ ഭാഗവത പ്രവചന ദിനങ്ങളുടെ രണ്ടാം ശുഭദിനമായി ഇന്ന് ഉദ്ധവനെയും വിതുരരെയും അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. മഹാഭാരതത്തിലെയും ശ്രീമദ് ഭാഗവതത്തിലെയും കരുത്തുറ്റ രണ്ട് വിശിഷ്ട കഥാപാത്രങ്ങളാണ് വിതുരമഹാശയനും ഉദ്ധവനും. ഈ രണ്ടുപേരും ഹസ്തിനാപുരിയിലെയും ദ്വാരകയിലെയും ഭരണകാര്യങ്ങളിൽ പല സാഹചര്യങ്ങളിൽ നേരിട്ടും പരോക്ഷമായും ഇടപെട്ട രണ്ട് വ്യക്തിത്വങ്ങളാണ്. നമുക്കറിയാം, പുരാതന ഭാരതത്തിലെ രണ്ട് ഉത്കൃഷ്ട രാജവംശങ്ങളായിരുന്നു സൂര്യവംശവും ചന്ദ്രവംശവും. സൂര്യവംശത്തിലെ ഭരണാധികാരികളെക്കുറിച്ചും അവരുടെ ഭരണ മികവുകളെക്കുറിച്ചും അതിൽ പ്രധാനികളായ ഭരണാധികാരികളെക്കുറിച്ചും വിവരിക്കുന്ന ഇതിഹാസമാണ് രാമായണം. അതുപോലെ ചന്ദ്രവംശത്തിലെ പ്രബലരായ ഭരണാധികാരികളെ പരിചയപ്പെടുത്തുകയും അവരിലൂടെ അതാത് കാലത്ത് രൂപം കൊണ്ട ഭരണക്രമങ്ങളെയും അതിൻ്റെ നിയന്താക്കളെയും കുറിച്ച് വളരെ വിസ്തൃതമായി വിവരിക്കുന്ന ഇതിഹാസമാണ് മഹാഭാരതം. രണ്ടും രണ്ട് കാലഘട്ടങ്ങളിലെ രചനയാണെന്ന് നമുക്കേവർക്കും അറിയാം. ഈ രണ്ട് ഇതിഹാസങ്ങളിലും അതിലെ സംഭവങ്ങളെയെല്ലാം നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും രണ്ട് പ്രബല വ്യക്തിത്വങ്ങളാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും. രണ്ട് അവതാര പുരുഷന്മാരുടെയും അവതാര ലക്ഷ്യങ്ങൾ സമാനതയുള്ളതാണെങ്കിലും ആ ലക്ഷ്യപൂർത്തീകരണത്തിന് കളമൊരുങ്ങിയ സാഹചര്യങ്ങളും കാലഘട്ടവും സാമൂഹ്യ അന്തരീക്ഷവും രണ്ട് തരത്തിലായിരുന്നു. ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ജന്മം നമ്മൾ വെറുതെ ഒരു താരതമ്യത്തിന് വിഷയമാക്കിയാൽ ഒട്ടേറെ അനിശ്ചിതത്വങ്ങളും ഒട്ടേറെ അപകടങ്ങളും നിറഞ്ഞായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മം മുതൽ അങ്ങോട്ടുള്ള ഓരോ ഘട്ടങ്ങളും. എന്നാൽ അനിശ്ചിതത്വമോ അരക്ഷിതാവസ്ഥയോ ഒന്നുമില്ലാതെ ജനിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരനുകൂല സാഹചര്യം ശ്രീരാമൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. രണ്ടു കൂട്ടരും അധികാര ഹസ്തങ്ങൾ ഉപയോഗിച്ച് അതാത് കാലത്തിന് യോജിച്ച സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തെയും കുടുംബ പശ്ചാത്തലത്തെയും വ്യക്തി നിർമ്മാണത്തെയും മുൻനിർത്തിക്കൊണ്ടാണ് ജീവിച്ചതും പെരുമാറിയതും പ്രവർത്തിച്ചതും. ഈ രണ്ട് വ്യക്തികളെ പരിചയപ്പെടുത്തുന്നതിലൂടെ ഓരോ കാലഘട്ടത്തിനും അനുയോജ്യമായ വിധത്തിൽ മനുഷ്യ സമൂഹത്തെ നയിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും പര്യാപ്തമായ നേതൃപാഠവും അല്ലെങ്കിൽ അതിന് നിയുക്തരായ ആൾക്കാർ അനുശീലിക്കേണ്ടതും അനുസരിക്കേണ്ടതുമായ മൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി ചർച്ച ചെയ്യുന്നതാണ് രണ്ട് ഇതിഹാസങ്ങളും. അതിൽ ശ്രീമദ് ഭാഗവതത്തിലാണ് ഉദ്ധവരെയും വിതുരനെയും നാം കാണുന്നത്. മഹാഭാരതത്തിൻ്റെ തുടർച്ചയായി ഭരണകാര്യങ്ങളിൽ നേരിട്ടിടപെടുക മാത്രമല്ല, തൻ്റെ വ്യക്തി കുടുംബ സാമൂഹ്യ ജീവിതത്തെ സമരസപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുയോജ്യമായ വിധത്തിലുള്ള ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു സാമൂഹ്യ അന്തരീക്ഷം നിർമ്മിക്കുക എന്നതായിരുന്നു കൃഷ്ണ പരമാത്മാവിൻ്റെ ജീവിതത്തിലുള്ള സുപ്രധാനമായ വെല്ലുവിളി. ചിരകാലമായി
മഹർഷിമാർ രൂപപ്പെടുത്തിയ മൂല്യങ്ങളും ജീവിത പദ്ധതികളും ചിന്താഗതികളും ദർശനങ്ങളുമെല്ലാം ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യാർത്ഥം വിനിയോഗിക്കപ്പെടുമ്പോൾ അതിനെന്തെല്ലാം രൂപമാറ്റവും ഘടനാപരമായ പുനഃക്രമീകരണവും ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ അതിസൂക്ഷ്മമായി പ്രവർത്തിക്കുന്ന ഒരു വിശാല വ്യക്തിത്വത്തെയും സൂക്ഷ്മ ദൃക്കിനെയും നമുക്ക് കൃഷ്ണനിൽ കാണാം. ഈ ഒരു ജീവിത വീക്ഷണമാണ് ഉദ്ധവനിലൂടെ ഭാഗവതം വ്യാസമഹർഷി നമ്മുടെ മുമ്പിൽ വരച്ചു വയ്ക്കുന്നത്. ഭക്തിയുടെ ഭാവത്തിലും ധിഷണാപാഠവുമുള്ള ഒരു ഭരണാധികാരി എന്ന നിലയിലും വ്യക്തി എന്ന നിലയിൽ പെരുമാറേണ്ട അല്ലെങ്കിൽ പ്രാവർത്തികമാക്കേണ്ട സദാചാര മൂല്യങ്ങളെയും സാമൂഹിക മര്യാദകളെയും എങ്ങനെയാണ് ഭഗവാൻ നിർവഹിച്ചതെന്ന് മനോഹരമായി ഈ രംഗത്ത് വളരെയധികം പ്രവർത്തിച്ചു പരിചയസമ്പന്നനായ വിതുരനോട് പങ്കുവയ്ക്കുന്നതാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് ചിന്തിക്കാനായി നൽകിയിരിക്കുന്ന വിഷയം. മഹാഭാരത യുദ്ധം നടക്കുന്നതിന് മുൻപേ കൊട്ടാര ജീവിതം വിട്ട് തീർത്ഥയാത്ര തിരഞ്ഞെടുത്ത് ഭാരതത്തിലെ പല പുണ്യസ്ഥലങ്ങളിലും സന്ദർശിച്ച് യമുനാതീരത്തുള്ള വൃന്ദാവന ഭൂമിയിൽ എത്തിച്ചേരുന്നതാണ് നമ്മൾ ഈ വിതുരനെ കാണുന്ന സന്ദർഭം. വ്യാസപുത്രനാണ് വിതുര മഹാശയൻ. ജന്മം കൊണ്ട് തന്നെ അനവദ്യമായ ധർമ്മചിന്തകളുടെ വലിയ ഒരു ആഹ്വാനം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സദാപി ഉണ്ടായിരുന്നു. വ്യാസമഹർഷിയുടെ ധർമ്മപുത്രനാണല്ലോ വിതുരൻ. അപ്പം അതുകൊണ്ട് തന്നെ പിതാവിൽ നിന്നും ലഭിച്ച അതിസൂക്ഷ്മമായി ലഭിച്ച ഈ ഒരു ധർമ്മപ്രചോദനവും ധർമ്മപ്രേരണയും നിതാന്തമായി അദ്ദേഹത്തെ പല വിഷയങ്ങളിലും ഇടപെടാൻ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അത് നമുക്ക് വിതുരൻ്റെ ജീവിതത്തിൽ ഈ ഹസ്തിനാപുരത്തിൻ്റെ ഭരണകാര്യങ്ങളുടെ ഈ തിരശീലയ്ക്ക് പിന്നിൽ അല്ലെങ്കിൽ അന്തഃപുരങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. പാണ്ഡവരും കൗരവരും ഒരേ താഴ്വഴിയിലെ രണ്ട് വിഭാഗങ്ങളായിരുന്നു. രണ്ടുപേരിലും ചെറുപ്പം മുതലുണ്ടായിരുന്ന മാത്സര്യവും തുടർന്നത് വളർന്നുണ്ടായ വിദ്വേഷവും അസൂയയും എല്ലാം ഒരു വലിയ സംഘടനത്തിൽ കലാശിച്ച് പ്രബലമായ ഒരു രാജവംശത്തിൻ്റെ അധപ്പതനമാണ് നമ്മളതിൽ മൊത്തത്തിൽ കാണുന്നത്. ഈ ഭൂമിയിൽ അഥവാ ഈ പ്രകൃതിയിൽ കാണപ്പെടുന്ന യാതൊന്നിനും ശാശ്വതമായ നിലനിൽപ്പില്ല. ശാശ്വതമായത് സത്യാനുഭവം മാത്രമാണ് എന്ന ഒരു തിരിച്ചറിവിലും ഒരു നിശ്ചയത്തിലും ഒരു കഥയെയും ഒരു സംഭവത്തെയും വാർത്ത രൂപപ്പെടുത്തുന്നതിനിടയിൽ വന്നുചേരുന്ന മനുഷ്യ കഥാപാത്രങ്ങളെയെല്ലാം അതിൻ്റെ നിലവാരത്തിൽ തന്നെ അവതരിപ്പിച്ചുകൊണ്ടാണ് വ്യാസദേവൻ തൻ്റെ ദൗത്യനിർവഹണം അല്ലെങ്കിൽ ഈ സാഹിത്യരചന നിർവഹിച്ചു പോന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പ്രത്യക്ഷ ലോകത്തെ പൂർണ്ണമായി തള്ളിക്കളയാനോ അതിൽ അതാത് കാലത്തുണ്ടാകുന്ന അനുഭവങ്ങളെ മാറ്റി നിർത്താനോ സാധ്യമല്ല. ലോകക്രമം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പല സന്ദർഭങ്ങളെയും അതിൻ്റെ പ്രായോഗിക തലത്തിൽ സ്വീകരിക്കുകയും അതിനോട് സമരസപ്പെട്ട് ജീവിക്കുകയും ചെയ്യുക എന്ന മഹത്തായ ഒരു ആദർശം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ രണ്ട് കാവ്യങ്ങളും രണ്ട് ശാസ്ത്രകൃതികളും ലോകത്ത് ഇന്നും ശക്തമായി അതിൻ്റെ പ്രഭാവത്തോടുകൂടി വിജയിച്ച് നിൽക്കുന്നത്. ഇവിടെ കൃഷ്ണൻ്റെ ജീവിതത്തെ സമഗ്രമായി ഭഗവാന്റെ ജീവിതത്തെ എല്ലാ സന്ദർഭങ്ങളെയും നോക്കിക്കണ്ട് അതിനോട് ഇണങ്ങിച്ചേർന്ന് ഇഴുകി ജീവിച്ച ഒരു സുഹൃതിയാണല്ലോ ഉദ്ധവൻ. ശ്രീമദ് ഭാഗവതം ഉദ്ധവനെ പരിചയപ്പെടുത്തുന്നത് വൃഷ്ണീനാം പ്രവരോ മന്ത്രി കൃഷ്ണസ്യ ദയിത സഖ ശിഷ്യോ ബൃഹസ്പതേ സാക്ഷാത് ഉദ്ധവോ ബുദ്ധിസിദ്ധമാണ്. ഇങ്ങനൊരു വിശേഷണം നമുക്ക് ഭാഗവതത്തിൽ കാണാം. ഉദ്ധവനെ ചൊല്ലിയുള്ളതാണ്. ഭഗവാന്റെ സന്തത സഹചാരിയായിട്ടാണ് ഉദ്ധവനെ നാം കാണുന്നത്. ഏത് ഔദ്യോഗിക കാര്യങ്ങളും തീരുമാനിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നതിന് മുൻപ് ഉദ്ധവൻ്റെ അഭിപ്രായമോ അദ്ദേഹത്തിൻ്റെ നിലപാടോ ആരായുക ഭഗവാന്റെ ജീവിതത്തിലെ ഒരു വലിയ ഒരു പ്രത്യേകമായ ഒരു സ്ഥിതിയായി നമുക്ക് കാണാം. സാധാരണയായ ഔദ്യോഗിക കാര്യങ്ങളിൽ തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു ചർച്ചയോ ആശയവിനിമയം നടത്തുന്ന പതിവാണ് ഭരണാധികാരികളിൽ ഉള്ളതെങ്കിലും ഭഗവാനെ സംബന്ധിച്ച് അത്തരം വിശദമായ കൂടിയാലോചനകളോ നീണ്ട തീർപ്പാക്കലുകളോ ഒന്നും നമുക്ക് കാണാൻ സാധ്യമല്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കുന്നതിന് മുൻപ് ഒരു അഭിപ്രായം എന്ന നിലയിൽ ഉദ്ധവനോട് ചോദിക്കുക ഒരു പതിവായിരുന്നു. എന്നാൽ ചോദിക്കാതെ തന്നെ ഭഗവാന്റെ ഉള്ളിലിട്ട് പറയാനുള്ള വൈദഗ്ധ്യവും സാമർഥ്യവും സൂക്ഷ്മഗ്രഹണ പാഠവും ഉദ്ധവന് സ്വതസിദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഇച്ഛയോ താത്പര്യമോ നീക്കമോ മുൻകൂട്ടി അറിഞ്ഞ്
അതിനനുസരിച്ച് ആ കാര്യം നിർവഹിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു ഭൗതിക സംവിധാനത്തെ ക്രമപ്പെടുത്തുന്നതിൽ അഥവാ ചിട്ടപ്പെടുത്തുന്നതിൽ അനിതര സാധാരണമായ ഒരു സാമർഥ്യം ഈ ഉദ്ധവനുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറുപ്പകാലത്ത് ഭഗവാനോടുള്ള ഭക്തി ആരാധനയ്ക്ക് അപ്പുറത്തേക്ക് ഭഗവാന്റെ പല ലോകക്ഷേമ പ്രവർത്തനങ്ങൾക്കും ധർമ്മപദ്ധതികൾക്കും ഒരരങ്ങായി ഒരു കൂട്ടായി ഉദ്ധവൻ സദാപി ഉണ്ടായിരുന്നു. അപ്പം നമുക്കൊക്കെ അറിയാം, ഭഗവാനോട് നമുക്കൊരു ആരാധന തോന്നും, ഇഷ്ടം തോന്നും. ചിലപ്പോഴൊക്കെ അത് പ്രേമമായി വളരും, അതിൽ നമ്മുടെ മനസ്സ് മുഴുകും, അതിൻ്റേതായ ചില ദിവ്യസ്പന്ദനങ്ങളും അനുഭവങ്ങളുമെല്ലാം ചിലപ്പോഴൊക്കെ ഉണ്ടായി എന്ന് വരാം. എന്നാൽ താത്കാലികമായ അത്തരം ഈ മധുരാനുഭൂതിക്കപ്പുറത്തേക്ക് അല്ലെങ്കിൽ ദിവ്യാനുഭൂതിക്ക് അപ്പുറത്തേക്ക് വിശിഷ്ടരായ വ്യക്തികളുടെ, ശ്രേഷ്ഠരായ വ്യക്തികളുടെ അഥവാ സജ്ജനങ്ങളുടെ ലോകസംഗ്രഹ പ്രവർത്തനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ആനന്ദവും സംതൃപ്തിയും സന്തുഷ്ടിയും സാഫല്യവും നമുക്ക് അളന്നു കുറിക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെ ഒരു ഉദാത്തമായ ജീവിതം നിർവഹിക്കാൻ ഉദ്ധവന് സാധിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം എന്നേ ഇതിനെ പറയാനുള്ളൂ. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തി അവതരിപ്പിക്കുന്നതിനോടൊപ്പം ആ വ്യക്തിത്വം എങ്ങനെയാണ് ഈ ലോകത്ത് കടന്നുപോയി കഴിഞ്ഞത് എന്ന് അനുവാചകരെ അറിയിക്കാനുള്ള ഒരു വലിയ ഒരവസരം ഉദ്ധവൻ്റെ ജീവിതത്തിലൂടെ വ്യാസമഹർഷി നിർവഹിച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സംക്ഷിപ്തമായ രൂപം, ഭരണകാര്യങ്ങളിൽ വളരെ കാലം ഏർപ്പെട്ട് അതിൻ്റെ ഓളവും താളവും ഒഴുക്കും അതിൻ്റെ ഗതിവിഗതികളുമൊക്കെ മനസ്സിലാക്കി ഒരു ഘട്ടത്തിൽ നിസ്സഹായനായി അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന വിതുരനോടാണ് ഭഗവാന്റെ ഈ മഹത്തായ ജീവിതത്തെ അവതരിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ആശ്വാസമോ അല്പം ഒരു സമാധാനമോ നൽകാൻ ഉദ്ധവൻ തയ്യാറാകുന്നത്. എപ്പോഴും ഭരണകാര്യങ്ങൾ വളരെയധികം സങ്കീർണമാണ്. അതൊരു കുടുംബത്തിൻ്റെ ആയാലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ആയാലും ഒരു സമൂഹത്തിൻ്റെ ആയാലും ഒരു രാഷ്ട്രത്തിൻ്റെ ആയാലും ഭരണകാര്യങ്ങൾ എപ്പോഴും പലതരത്തിലുള്ള മാനസിക വൈഷമ്യങ്ങൾക്കും ബൗദ്ധികമായ പ്രയാസങ്ങൾക്കും വഴിയൊരുക്കുന്നതാണ്. എല്ലാ കാലത്തും അങ്ങനെയാണ്. ഭാരതത്തിൽ ഈ ചന്ദ്രവംശത്തിലും സൂര്യവംശത്തിലും ഉണ്ടായ പ്രതാപശാലികളായ പല ഭരണാധികാരികളെയും നമ്മുടെ സാഹിത്യങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും അതിലൊരു ന്യൂനത, അതിൻ്റെ ഒരു പരിമിതി അവ വളരെ ശക്തമായ ഭാഷയിൽ നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. ഭാരതത്തിൽ പ്രബലരായ പല രാജവംശങ്ങളുണ്ടായിരുന്നു. ഈ രാമായണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് അക്കാലത്ത് രാജവംശങ്ങളും ജനപദങ്ങളും വളരെ കുറവായിരുന്നു. ഏറിയാൽ അയോധ്യ, ഇനി അല്ലെങ്കിൽ കിഷ്കിന്ധ, കൂടിപ്പോയാൽ ലങ്ക. ഈ 3 രാജഭരണ സംവിധാനത്തെക്കുറിച്ചാണ് അതിൽ കൂടുതലായി നമ്മൾ വായിച്ചു കേൾക്കുന്നത്. എന്നാൽ അത് വിട്ട് ദ്വാപരയുഗത്തിലേക്ക് വന്ന സമയത്ത് ആ ദ്വാപരകാലത്തിലുണ്ടായ ഒരു സാഹിത്യമായിരുന്നു മഹാഭാരതം. അപ്പോൾ ആ മഹാഭാരതത്തിൽ ധാരാളം രാജാക്കന്മാരെക്കുറിച്ചും ഒട്ടേറെ രാഷ്ട്രങ്ങളെക്കുറിച്ചും അതിലുപരി ജനപദങ്ങളെക്കുറിച്ചുമൊക്കെ പ്രതിപാദിക്കുന്നതായി നമുക്ക് കാണാം. അതിൽ ഏറ്റവും പ്രബലമായി വ്യാസമഹർഷി ഊന്നിപ്പറയുന്നതാണ് ഹസ്തിനാപുരത്തിൻ്റെ ചരിത്രം. 6-7 തലമുറകളുടെ സുദീർഘമായ ചരിത്രം നോക്കിക്കണ്ട് അതിനോട് ഇടപഴകി അതിൽ നിന്ന് പലതിലും വിട്ടുമാറി ഒടുവിൽ ഇതിനെല്ലാം ക്രോഡീകരിച്ച് അവതരിപ്പിക്കുന്നതാണല്ലോ മഹാഭാരതം നമ്മുടെ മുമ്പിലുള്ളത്. അപ്പം അതിൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ എപ്പോഴും ഓർത്തു വയ്ക്കാൻ പറ്റുന്ന വലിയൊരു ഏറ്റവും മഹത്തായ ഒരു ആശയമായി പറയാം, ഈ രാജവംശങ്ങളൊന്നും അനവധി കാലം ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിൽ നിലനിന്നിട്ടില്ല. അവരുടെ കൊട്ടാരങ്ങളോ അവരുടെ ഭരണവ്യവസ്ഥകളോ അവരുടെ ഭൗതിക നേട്ടങ്ങളോ അവരുണ്ടാക്കി തീർത്ത ബന്ധങ്ങളോ അവരുടെ അടയാളങ്ങളോ ഒന്നും തന്നെ പിൽക്കാലത്തേക്ക് അവശേഷിക്കുന്നില്ല അഥവാ നിലനിൽക്കുന്നില്ല. പ്രബലരായ ഭരണാധികാരികളെക്കുറിച്ച് കവികൾ വാഴ്ത്തിപ്പാടിയത് കേൾക്കാമെന്നല്ലാതെ അവരൊന്നും ഇന്ന് നിലനിൽക്കുന്നില്ല, അവരുടെ പിൻഗാമികളും ഇന്നില്ലേ ഇല്ല. എന്നാൽ ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ? രാജവംശങ്ങൾ പലതും നശിച്ചുപോയി, മൺമറഞ്ഞു, നാമാവിശേഷമായെങ്കിലും ഭാരതത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഭാരതത്തിൻ്റെ മഹിമയെയും സംസ്കൃതിയെയും ശാസ്ത്ര പൈതൃകത്തെയും ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുന്ന ഒരു വംശം ഇന്നും ഭാരതത്തിൽ നിലനിൽക്കുന്നതായി നമുക്ക് കാണാം. അതാണ് ഭാരതത്തിലെ ഋഷിവംശം. രാജവംശങ്ങളെല്ലാം അവസാനിച്ചിട്ടും ഇപ്പോഴും ഭാരത സംസ്കൃതിയുടെ മഹിമയും അതിൻ്റെ ആഴവും അതിൻ്റെ വിസ്തൃതിയും അതിൻ്റെ പ്രഭാവവും ഗാംഭീര്യവും അനുഭാവ ആത്മകതയും വിളിച്ചോതി ലോകത്തിന് മുഴുവൻ ക്ഷേമവും സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുന്ന ഒരു വംശമായി, ഒരു വിഭാഗമായി ഭാരതത്തിൽ ഇന്നും ഒരു ഋഷിവംശം, ഋഷി സമൂഹം ജീവിക്കുന്നു. അതാണ് നമ്മുടെ ഭാഗ്യവും ഭാരതത്തിൻ്റെ മഹിമയും. അപ്പോൾ ഓരോ കാലഘട്ടത്തിൻ്റെയും സാഹചര്യങ്ങൾക്കും സാധ്യതകൾക്കും അനുസരിച്ച് ധർമ്മമൂല്യങ്ങളെ പുനർവിചിന്തനം ചെയ്യുകയും അത് മനുഷ്യ മനസ്സിനും മനുഷ്യജീവിതത്തിനും
മനുഷ്യൻ്റെ ബുദ്ധിക്കും സാമൂഹിക സാഹചര്യങ്ങൾക്കും അനുസരിച്ച് പ്രയോഗിക്കാൻ പറ്റിയ വിധത്തിൽ അതിനെ നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും അതിനനുയോജ്യമായ ഒരു പ്ലാറ്റ്ഫോം, ഒരു അന്തരീക്ഷം ഒരുക്കാൻ ഭരണാധികാരികൾക്ക് വേണ്ട നിർദ്ദേശവും പ്രോത്സാഹനവും നൽകുന്ന വിധത്തിൽ എക്കാലവും നമ്മുടെ ഋഷി സമൂഹം ഈ നമ്മുടെ ഭാരതീയ ജീവിതത്തിൽ ഇടപെട്ട് പോന്നിട്ടുണ്ട്. അതിൻ്റെ തെളിവായിട്ടാണല്ലോ വാൽമീകി മഹർഷിയെയും വ്യാസദേവനെയും ഒക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചെറുപ്പം മുതലുള്ള ജീവിതം, ഒരു വ്യക്തി ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് തൻ്റെ ജീവിതം കൊണ്ടുപോകുക. ഇവിടെ അവതാര പുരുഷനായ ശ്രീകൃഷ്ണന് പ്രത്യേകമായ ചില ദൗത്യങ്ങൾ ആ കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് പഴകിപ്പൊടിഞ്ഞ പലതിനെയും മാറ്റി നിർത്തുകയും കൂട്ടിവിളക്കുകയും ചെയ്യുന്ന ഒരു പരിഷ്കരണമല്ല, മറിച്ച് ഉടച്ചു വാർക്കുന്ന ഒരു പുനർപ്രക്രിയയാണ്, പുനർനിർമ്മാണമാണ് വാസ്തവത്തിൽ ഭഗവാൻ വിഭാവനം ചെയ്തതും അത് നടപ്പിലാക്കിയത്. അത് നമ്മൾ ഉദ്ധവനിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. ചെറുപ്പം മുതൽ ഒട്ടേറെ അനിശ്ചിതത്വങ്ങളിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ യാത്രയുടെ ആരംഭവും തുടർന്നങ്ങോട്ടുള്ള ജീവിതവും. ജനിക്കുമ്പോൾ തന്നെ കൊല്ലാൻ കരുതിയിരിക്കുന്ന അമ്മാവൻ കംസൻ, അതിനുവേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന സന്നാഹങ്ങൾ, അതിനെയൊക്കെ ജയിച്ച് അതിവിദഗ്ധമായി അവിടെ നിന്നും പലായനം ചെയ്ത് വൃന്ദാവനത്തിലായിരുന്നു ഭഗവാന്റെ ഏതാണ്ട് ശൈശവ ബാല്യ ദശകളെല്ലാം കഴിഞ്ഞു പോയിരുന്നത്. ധാരാളം സൗഹൃദങ്ങളും ധാരാളം ബന്ധങ്ങളും, എല്ലാവരോടും വളരെയധികം സ്നേഹത്തോടും വളരെയധികം മമതയോടും കൂടി പെരുമാറുന്ന ഒരു ബാലനെ നമുക്ക് ആ വൃന്ദാവനത്തിൽ കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ വൃന്ദാവനത്തിലേക്ക് പോയാൽ, നിങ്ങളൊന്ന് പോയി കാണണം, വൃന്ദാവനത്തിലേക്ക് പോയാൽ ഭഗവാനോടുള്ള വൃന്ദാവനവാസികളുടെ സ്നേഹവും വാത്സല്യവും ബഹുമാനവും ഇഷ്ടവും പ്രേമവുമൊക്കെ നമുക്കിന്നും അത് അനുഭവവേദ്യമാകും. ഭഗവാനെ ഏതെങ്കിലും ഒരു വിഗ്രഹത്തിലോ ഒരു പ്രതീകത്തിലോ മാത്രം ഉറ്റുനോക്കി എന്തെങ്കിലും കയ്യിലുള്ള കാഴ്ചവസ്തുക്കൾ സമ്മാനിക്കുന്ന ഏറ്റവും പ്രതീകാത്മകമായ ഒരു ആരാധനാ പദ്ധതിയായിട്ടല്ല വൃന്ദാവനവാസികൾ ഇന്നും ഭക്തിയെ പ്രയോജനപ്പെടുത്തുന്നത്. അവരുടെ സർവസ്വമാണ്, പ്രേമഭാജനമാണ്, സ്വന്തമാണ്. അവരെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിലെ അംഗമാണ്, സുഹൃത്താണ്, സഹോദരനാണ്, മകനാണ്, പിതാവാണ്. ഇങ്ങനെ പലതരത്തിലും ഭഗവാനോട് ആത്മാർത്ഥവും ഹൃദ്യവുമായ ഒരു ബന്ധം പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ, ഒരു ജനതയെ നമുക്കിന്ന് അവിടെ പോയാലും കാണാൻ സാധിക്കും. ഭൗതിക സൗകര്യങ്ങൾ വളരെ പരിമിതമാണെങ്കിലും ആ ഭൗതിക സൗകര്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അപ്പുറത്താണ് ഭാരതീയ ഋഷി സമൂഹം കരുപിടിപ്പിച്ച ഭക്തിയുടെ അനന്യമായ അനാദൃശമായ അനുഭവസിദ്ധി എന്നത് നമുക്കിന്നും അവിടെ പോയാൽ നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വിഷയം അതല്ലല്ലോ. അപ്പോൾ അവിടെ വൃന്ദാവനത്തിൽ ജീവിച്ച് അവിടെ വെച്ച് തന്നെ നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ ബഹുമുഖ വ്യക്തിത്വം വളർന്ന് രൂപപ്പെടുന്നത് അവിടെ വെച്ച് തന്നെ കാണാം. ഭഗവാന്റെ ജീവിതത്തിൽ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയുള്ള ഒരു ഇടപെടൽ, ചെറുപ്പകാലത്തെ സാമൂഹ്യ ജീവിതത്തിൽ കാണുന്ന അല്ലെങ്കിൽ സാമൂഹിക ക്രമത്തിലുണ്ടായിരിക്കുന്ന ഒരു നീറ്റൽ അല്ലെങ്കിൽ ഒരു അനാവശ്യമായ ഇടപെടൽ, അതിനെ നീക്കം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ചുവടുവയ്പായിട്ടാണ് നമ്മൾ ഭാഗവതത്തിൽ കാളിയമർദ്ദനം എന്ന വിഷയത്തെ കാണുക. വളരെ ചെറുപ്പത്തിൽ തന്നെ അല്ലേ ആ പരിസരഭൂമിയാകെ വിഷമയമാക്കിയിരുന്ന കാളിയൻ അതിൻ്റെ മുഴുവൻ രസത്തെയും അതിൻ്റെ സൗന്ദര്യത്തെ മുഴുവൻ നശിപ്പിച്ച് മാറി നിന്നുകൊണ്ട് അതിനെ എപ്പോഴും ഭയപ്പെടുത്തി ജീവിച്ചിരുന്ന ഒരു സാമൂഹ്യ ഉപദ്രവത്തെ നീക്കം ചെയ്ത് അതിലാദ്യം ഒരു സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും വിത്ത് വിതയ്ക്കുന്ന ഒരു ചടുലമായ നീക്കമായിരുന്നു ഭഗവാന്റെ ജീവിതത്തിലെ ആദ്യത്തെ സംരംഭം. അപ്പോൾ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി എങ്ങനെയാണ് നമുക്ക് വർത്തമാനകാലത്ത് ജീവിക്കാൻ സാധിക്കാം, അതിന് അഭിമുഖീകരിക്കേണ്ടിയിരുന്ന വെല്ലുവിളികൾ എന്ത്, അതിനെ അതിജീവിക്കാൻ എത്ര കണ്ട് മാനസികവും ദൈഹികവുമായ കരുത്ത് ആർജിക്കേണ്ടതുണ്ട് എന്ന ഒരു വലിയ ഒരു ചിന്ത അല്ലെങ്കിൽ മഹത്തായ ഒരു ആദർശം ഭഗവാനിലൂടെ മുന്നോട്ട് വയ്ക്കുന്നതായി നമുക്ക് കാണാം. വ്യാസൻ്റെയും ഈ ഉദ്ധവൻ്റെയും ദൃഷ്ടിയിലൂടെ ഭഗവാന്റെ ജീവിതത്തെ നോക്കി കാണുമ്പോൾ. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് നമ്മൾ ഒരുപാട് വധങ്ങളെയൊക്കെ കാണുമ്പോഴും അതെല്ലാം നീക്കം ചെയ്യലുകളാണ്. അനാവശ്യമായ ഇടപെടലുകൾ, അമിതമായ സ്വാർത്ഥത, അതിരുവിട്ടുള്ള അധികാര ദുർവിനിയോഗം, പിന്നെ അങ്ങനെ പോകുന്ന സാമൂഹ്യ ദൂഷ്യങ്ങളെല്ലാം നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു സഞ്ചാരമായിരുന്നു വൃന്ദാവന ഭൂമിയിൽ ഭഗവാൻ നിർവഹിച്ചത്. അത് കഴിഞ്ഞ് മധുരയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് കുറച്ചുകൂടി മികച്ച ഒരു വ്യക്തിത്വ നിർമ്മിതിക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ആവശ്യം നാം തിരിച്ചറിയുന്നത്. സാന്ദീപനിയുടെ ഗുരുകുലത്തിൽ ചേർന്ന് എല്ലാ ശാസ്ത്രവിദ്യകളും വേണ്ട വിധത്തിൽ അഭ്യസിച്ച് അത് ഉറപ്പിച്ചു. എന്നിട്ട് അതിൻ്റെ വെളിച്ചത്തിലൂടെ പുതിയ ഒരു ലോകരചനയ്ക്ക് തനിക്കെങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും എന്ന ഒരു ചിന്താ പദ്ധതിയെ ഭഗവാൻ വാർത്ത രൂപപ്പെടുത്തുകയാണ്. പിന്നീടാണല്ലോ മധുര വിട്ട് പലായനം ചെയ്യുന്നത് എവിടേക്ക്? ദ്വാരകയിലേക്ക്.
അതായത് തൻ്റെ അവതാരകൃത്യങ്ങളെല്ലാം, തൻ്റെ ആദർശവും താൻ മനസ്സിലാക്കിയ മൂല്യങ്ങളും തൻ്റെ പെരുമാറ്റ രീതികളുമെല്ലാം സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ, കൃത്യമായ വഴിയിലൂടെ പ്രവർത്തിക്കാൻ സ്വന്തമായ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ സ്വതന്ത്രമായ ഒരു കേന്ദ്രം ആവശ്യമാണ് എന്ന നിലയ്ക്കാണ് ദ്വാരകാ നിർമ്മാണത്തെ നാം കാണേണ്ടത്. അവിടെ നിന്നുകൊണ്ടാണ് വലിയ ഒരു പ്രതലത്തിലേക്ക് ധാർമ്മികവും സാംസ്കാരികവും മൂല്യാധിഷ്ഠിതവുമായ ജീവിതത്തെ ഭഗവാൻ പകർന്നു കൊടുക്കുന്നത്. വേണമെങ്കിൽ പറയാം, ഭഗവാന്റെ ഒരു ആസ്ഥാന മന്ദിരം എന്ന് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കാം ദ്വാരകാ ജീവിതം. ഭരണത്തിൽ നേരിട്ടിടപെടാതെ മാറി നിന്നുകൊണ്ട് ഭരണ സൗകര്യങ്ങളും ഭരണത്തിൻ്റെ അനുശാസനങ്ങളും ഭരണത്തിൻ്റെ സങ്കേതങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ധാർമ്മികമായ ഒരു പുതിയ ലോകനിർമ്മിതിക്ക് ഭഗവാൻ വളരെ അശാന്തമായി പ്രവർത്തിക്കുന്ന ഒരു കാലം, അദ്ദേഹത്തിൻ്റെ യൗവനം ഈ ദ്വാരകയെ കേന്ദ്രമാക്കി നമുക്ക് കാണാൻ സാധിക്കും. പല രാജവംശങ്ങളിലും നിലനിരുന്ന പല ന്യൂനതകളും നികത്തി അല്ലെങ്കിൽ അതിനെ പരിഹരിച്ച് സമൂഹത്തിൽ സ്വസ്ഥമായ ശാന്തമായ ഒരു അന്തരീക്ഷം ഒരുക്കുന്നതിന് പ്രവർത്തിക്കുന്നതോടൊപ്പം ഭാരതത്തിൻ്റെ ചിരപുരാതനമായ അധ്യാത്മമൂല്യങ്ങളെ അനുയോജ്യമായ സാഹചര്യത്തിൽ കൈമാറുന്നതിനും ഭഗവാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ സംവാദങ്ങളും സംഭാഷണങ്ങളും ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അർജുനനോട് സംസാരിച്ചതും ഗോപികമാരോട് സംസാരിച്ചതും അതുപോലെ സൗഹൃദത്തിൻ്റെ എല്ലാ തലങ്ങളും ഉപയോഗിച്ച് പലരോടും ആശയവിനിമയം നടത്തുന്നതുമൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഉപനിഷത്ത് സാഹിത്യവും അതുപോലെ വേദസാഹിത്യവും ഒക്കെ പ്രതിപാദിക്കുന്ന ജീവിതമൂല്യങ്ങളും തത്വചിന്താ പദ്ധതികളും ഭാരതം അതാത് കാലത്ത് കരുപ്പിടിപ്പിച്ച ധർമ്മശാസ്ത്ര യുക്തികളും ദർശനങ്ങളുമെല്ലാം ഭഗവാന്റെ വാഗ്ദാനങ്ങളിലൂടെ ഒഴുകി വരുന്നതായി നമുക്ക് കാണാം. അപ്പോൾ അധ്യാത്മമായ ഒരു ഔന്നത്യത്തിൽ നിന്നുകൊണ്ട് തന്നെ സാമൂഹിക ജീവിതത്തോടും സാഹചര്യങ്ങളോടും എങ്ങനെ സമരസപ്പെട്ട് ജീവിക്കാം എന്ന മനോഹരമായ മഹത്തായ ഒരു മാതൃക അണിയിച്ചൊരുക്കുന്നതാണ് വ്യാസദേവൻ്റെ കൃഷ്ണജന്മം. സാധാരണയായി അധ്യാത്മമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുകയോ അതിൽ ഏർപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുമില്ല എന്ന ഒരു വിചാരത്തെ തകർത്തെറിയുന്നതും അതൊരിക്കലും ഭാരതത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിന് നിരക്കുന്നതല്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന മഹത്തായ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ ഒരു മുന്നറിയിപ്പാണ് നമുക്ക് ഈ ഭഗവാന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുക. ഇതൊക്കെ നേരിട്ട് കണ്ട് അനുഭവിച്ച ആളാണല്ലോ ഉദ്ധവൻ. വൃഷ്ണീനാം പ്രവരോ മന്ത്രി കൃഷ്ണസ്യ ദയിത സഖ ശിഷ്യോ ബൃഹസ്പതേ സാക്ഷാത് ഉദ്ധവോ ബുദ്ധിസത്തമ. മഹാന്മാരുമായി മഹാത്മാക്കളുമായി, അതായത് ലോകക്ഷേമത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഉജ്ജ്വല ബുദ്ധിശാലികളും നിതാന്തമായി സാമൂഹ്യക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മഹത്തുക്കളുമായുള്ള സമ്പർക്കം നമ്മുടെ ജീവിതത്തിലും വളരെയധികം പരിവർത്തനങ്ങളും നമ്മുടെ ചിന്താതലത്തിൽ വളരെയധികം ചലനങ്ങളും സൃഷ്ടിക്കാൻ പര്യാപ്തമാണ്. സാധാരണ നിലയിൽ ഒരു വിഗ്രഹത്തെ സ്ഥാപിച്ച് പൂജയോ ആരാധനയോ നടത്തി ഒതുങ്ങിക്കഴിയുക മാത്രമല്ല ഈ ഭക്തി ജീവിതത്തിൻ്റെ തുടർച്ചയെന്ന് വ്യക്തമാക്കുന്നതാണ് ശ്രീമദ് ഭാഗവതത്തിലെ ഓരോ സന്ദർഭങ്ങളും. അതൊക്കെ പല സന്ദർഭങ്ങളിലും ഇവിടെ വിവരിക്കപ്പെട്ടു പോകുന്നതാണ്. ഇതുപോലെ തന്നെയാണ് കേവലം ഒരു പ്രതീകാത്മകമായ ആരാധനയല്ല, മറിച്ച് പ്രായോഗികമായ ഒരു ആരാധനാ പദ്ധതിയാണ് കാലഘട്ടത്തിന് ഏറ്റവും ഉചിതമെന്ന് വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന, അതിന് ഒരു സമൂഹത്തിൻ്റെ പിന്തുണ നേടിയെടുക്കുന്ന ഏറ്റവും വലിയ ഒരു ചുവടുവയ്പ്പായിട്ട് വേണം നമുക്ക് ഗോവർദ്ധനോദ്ധാരണത്തെ കാണാൻ. അതുപോലെ സാമ്പ്രദായികമായ ഒരു കീഴ്വഴക്കം എന്ന നിലയിൽ വിശ്വാസത്തിൻ്റെയും നിബന്ധനയുടെയും പേരിൽ ചെയ്തതിനായിരുന്നു ഇന്ദ്രയാഗം. ദേവേന്ദ്രനെ പൂജിച്ച് തൃപ്തിപ്പെടുത്തി പല സാധന സാമഗ്രികളും ഹവിസാകി ഹോമകുണ്ഡത്തിൽ സമർപ്പിച്ച് ഇന്ദ്രപ്രീതി നേടി മഴ പെയ്യിച്ച് കൃഷിയും കാർഷികോൽപ്പന്നങ്ങളും അഭിവൃദ്ധിപ്പെടുത്തി ജീവിക്കുന്നതായിരുന്നു യാദവന്മാരുടെ പൊതുസമ്പ്രദായം. അങ്ങനെ അവർ അധ്വാനിച്ച് സമ്പാദിച്ച വിഭവങ്ങളുടെ വലിയൊരു ഭാഗം പ്രതിവർഷം ഹോമകുണ്ഡം നിർമ്മിച്ച് അഗ്നി ജ്വലിപ്പിച്ച് അതിൽ സമർപ്പിക്കുക പതിവായിരുന്നു. എത്രയധികം വിഭവങ്ങളായിരിക്കും ഇവരെല്ലാം സ്വരുക്കൂട്ടി ഈ അഗ്നിക്ക് സമർപ്പിക്കുന്നത്. അപ്പോൾ അത്രയും വിഭവങ്ങളുടെ ദുർവിനിയോഗം അല്ലെങ്കിൽ അനാവശ്യമായ ഒരു ധൂർത്ത് അവിടെ കണ്ടിട്ടുണ്ടാകാം. മനുഷ്യർ അധ്വാനിച്ച് നേടുന്ന പ്രകൃതി വിഭവങ്ങളുടെ നല്ലൊരു ഭാഗം കേവലം വിശ്വാസത്തിൻ്റെയും സങ്കല്പത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അഗ്നിക്ക് നൽകുന്ന അല്ലെങ്കിൽ അഗ്നിയിൽ നശിപ്പിക്കുന്ന ഒരു പ്രവണതയെ തിരുത്തുകയും തത്സ്ഥാനത്ത് പുതിയ മഹത്തായ കാലോചിതമായ മാതൃകാപരമായ പരിക്കുകളൊന്നുമില്ലാത്ത പാർശ്വഫലങ്ങളൊന്നുമില്ലാത്ത ഉദാത്തമായ ഒരു ഭക്തി സമർപ്പണത്തിൻ്റെ ഒരു ദർശനം അവിടെ അവതരിപ്പിക്കുകയാണ്. അതിന് സമൂഹത്തിൻ്റെ പിന്തുണ കൂടി ആവശ്യമാണല്ലോ. അവിടെയാണൊരു പ്രശ്നം. നമുക്ക് ആരാധനകളെയും അനുഷ്ഠാനങ്ങളെയും ആചരണങ്ങളെയും പുനഃക്രമീകരിക്കാനുള്ള ഒരു ശ്രമം ആവശ്യമായി വരുന്നൊരു സാഹചര്യത്തിൽ അതിന് നാം ജീവിക്കുന്ന സമൂഹത്തിൻ്റെ പിന്തുണയും
അവരതിനെ സ്വീകരിക്കാനുള്ള മനോഭാവം സുപ്രധാനമായൊരു ഭാഗങ്ങളാണ്. എല്ലാ കാലത്തും ഇത് ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ അതിനെന്താ ചെയ്തത്? ഭഗവാൻ എന്താ ചെയ്തത്? ഒരു വെല്ലുവിളി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു സാഹസം എന്ന നിലയിൽ അവരെ ഒരു നിർബന്ധമായി അടിച്ചേൽപ്പിച്ചല്ല അതവിടെ നടപ്പിലാക്കിയത്. അതിനൊരു സന്ദർഭമുണ്ടായി. ഇന്ദ്രന് നൽകിയിരുന്ന പൂജ, അല്ലെങ്കിൽ ഇന്ദ്രൻ നൽകിയിരുന്ന ഹോമം നിർത്തലാക്കാനുള്ളൊരു നിർദ്ദേശം നൽകി. അതിൻ്റെ ആവശ്യമേ ഇല്ല എന്നവരെ പറഞ്ഞു ധരിപ്പിച്ചു, പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ് ഉണ്ടായത്. നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആകാശത്തിൽ നിന്ന് പാറിപ്പറന്നു പോകുന്ന കാർമേഘങ്ങൾ പെയ്യിക്കുന്ന മഴ മനുഷ്യന് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും സസ്യലതാദികൾക്കും ഒരുപോലെ ആവശ്യവും പ്രയോജനവുമാണ്. എന്നാൽ മനുഷ്യനല്ലാതെ ഒരു ജീവജാലങ്ങളും മഴ പെയ്യാൻ വേണ്ടി യാതൊന്നും ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല. അത് നമ്മളൊക്കെ ഇപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം മഴയില്ല, കാലാവസ്ഥയാകെ മാറിയിരിക്കുന്നു, അതുകൊണ്ട് മരം വെച്ച് പിടിപ്പിക്കുന്നതാണ് മഴ പെയ്യാനുള്ള വഴി എന്ന നിലയിൽ വലിയ പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ പഠനങ്ങളും ചർച്ചകളും ഈ വിഷയത്തിലൊക്കെ നടക്കുന്നുണ്ട്, നമ്മൾ അറിയണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഭൂമിക്കടിയിലുള്ള ദ്രാവകങ്ങൾ, അതായത് പെട്രോളിയം ഉത്പന്നങ്ങൾ ലഭിക്കുന്ന സ്ഥലത്തൊന്നും അത്ര വലിയ മരങ്ങളൊന്നുമില്ല. അറേബ്യൻ നാടുകളിലോ അല്ലെങ്കിൽ ഉത്തരധ്രുവങ്ങളിലോ ഒന്നും മഴക്കാടുകളേ ഇല്ല. അവിടെയൊക്കെ ഒരു കാലത്ത് ധാരാളം വൃക്ഷങ്ങളുണ്ടായിരുന്നു, സസ്യ സമ്പന്നമായിരുന്നു ആ ഭൂപ്രദേശങ്ങളെല്ലാം. അവയെല്ലാം മണ്ണടിഞ്ഞ് ഭൂമിക്കടിയിലേക്ക് പതിച്ച് അവ കാലാന്തരത്തിൽ പരിണമിച്ചാണല്ലോ ഈ ഉത്പന്നങ്ങളായി മാറുന്നത്. അപ്പോൾ ഒരു കാലത്ത് അവിടെയൊക്കെ ധാരാളം സസ്യങ്ങളും വൃക്ഷങ്ങളും ഒക്കെ നിബിഡമായിരുന്നു, വനഭൂമികളായിരുന്നിരിക്കാം. ധാരാളം മനുഷ്യരും ജന്തുജാലങ്ങളും അവിടെ താമസിച്ചിരിക്കാം. അവയുടെയൊക്കെ ഫോസിൽ ഇന്ധനങ്ങളാണല്ലോ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു ദൃഷ്ടിയിലൂടെ ചിന്തിക്കുമ്പോൾ മരം വെച്ച് പിടിപ്പിക്കുന്നതല്ല മഴ പെയ്യണത്. അങ്ങനെ ചിന്തിച്ചു പോകരുത്. തിരിച്ചാണ് സംഭവിക്കുക. എവിടെയാ? മഴ പെയ്യുന്നിടത്താണ് മരം വളരുക. അതാണ് അതിൻ്റെ ശരി. മരം വെച്ച് പിടിപ്പിച്ചിട്ട് മഴ പെയ്യുക എന്നുള്ളത് ഭൂമിയിൽ പ്രകൃതിയിൽ ഒരിക്കലും നടക്കുന്ന കാര്യമേ അല്ല. അപ്പം മഴ പെയ്യുന്ന സ്ഥലത്ത് മരങ്ങളുണ്ടാകും, അവിടെ സസ്യങ്ങൾ ധാരാളം വളരും, അവിടെ ജന്തുജാലവും പ്രത്യേകിച്ച് നമ്മുടെ മനുഷ്യൻ്റെ ആവാസ കേന്ദ്രവുമായത് കാലക്രമേണ പരിണമിക്കും. അപ്പോൾ ഇതൊക്കെ പ്രകൃതിയുടെ സ്വാഭാവികമായ ക്രമീകരണങ്ങളും പുനഃക്രമീകരണങ്ങളുമാണെന്ന് മനസ്സിലാക്കുകയാണോ വഴി എന്ന് കരുതി പ്രകൃതിയെ നശിപ്പിക്കുന്നതിനോ ഉപദ്രവിക്കുന്നതിനോ അതിൻ്റെ സന്തുലിതാവസ്ഥയെ തകർക്കുന്നതിനോ ഒന്നും പുറപ്പെടണമെന്ന ആഹ്വാനമല്ല ഇതിൻ്റെ പിന്നിലുള്ളത്. എന്തായാലും വിഷയത്തിലേക്ക് വരാം. അപ്പോൾ അവിടെ കൂടിയിരുന്ന യാദവന്മാരോടെല്ലാം അപ്രതീക്ഷിതമായി മഴ പെയ്ത സമയത്ത്, പേമാരി പെയ്ത സമയത്ത്, കൊടുങ്കാറ്റ് വീശി അടിച്ച സമയത്ത് ഓടിക്കൂടിയ ഗോപന്മാരെ എല്ലാം ആശ്വസിപ്പിച്ചു. അവർക്ക് ആദ്യം വേണ്ടത് ഒരു ആശ്വാസമാണല്ലോ. എന്തെങ്കിലും അത്യാഹിതം ഉണ്ടായാൽ മനുഷ്യർക്ക് എപ്പോഴും വേണ്ടത് ഒരു ആശ്വാസം, അഭയമാണ്. അത് നൽകാൻ സന്നദ്ധനായിരുന്നു. അവിടെ നിന്ന് ഒളിച്ചോടിയില്ല, ഒഴിഞ്ഞു മാറുന്നില്ല. അവിടെയൊക്കെയാണ് ഭരണാധികാരികളുടെ ആർജവത്തെ നമ്മൾ പരിശോധിക്കേണ്ടി വരിക. ഒരു വലിയ സമൂഹം പ്രകൃതിക്ഷോഭത്തിൽപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് ഓടി വന്ന സമയത്ത്, നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് ഓടി വന്ന സമയത്ത് അവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് അഭയം നൽകാനുള്ളൊരു വഴി കണ്ടെത്താനും വളരെ ചെറുപ്പത്തിലെ ഭഗവാൻ തുനിഞ്ഞിറങ്ങി. അവർക്ക് ആശ്വാസം നൽകി. നമ്മൾ ഗോവർദ്ധനത്തെ പൂജിച്ചതുകൊണ്ടാണല്ലോ ഈ ഒരു പ്രതിസന്ധി ഉണ്ടായത്. എല്ലാ വർഷവും ധാരാളം കാർഷിക വിഭവങ്ങൾ വേവിച്ചും വേവിക്കാതെയും ഒക്കെ സ്വരുക്കൂട്ടി ഹോമകുണ്ഡത്തിൽ അഗ്നി ജ്വലിപ്പിച്ച് പന്തൽ കെട്ടി ഇന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന സൂക്തങ്ങളോ ശ്ലോകങ്ങളോ ചൊല്ലി അതിൽ ചാരമാക്കുകയായിരുന്നല്ലോ പതിവ്. അത് വേണ്ടാന്ന് വെച്ചപ്പോഴുണ്ടായ ഒരു പ്രതികരണമാണ് ഈ പ്രകൃതിക്ഷോഭമായി മാറിയത്. അപ്പോൾ ആ പ്രകൃതിക്ഷോഭത്തെ ജീവിക്കണ്ടേ മനുഷ്യൻ? ആ അതിജീവനത്തിൻ്റെ വഴി എന്താണ്? അപ്പോൾ ആരെയാണോ നമ്മൾ ഈ കാര്യത്തിൽ ആശ്രയിച്ചത്, ആർക്കു വേണ്ടിയാണോ ഈ പരമ്പരാഗതമായ സമ്പ്രദായത്തെ മാറ്റിമറിക്കാൻ തയ്യാറായത് അല്ലെങ്കിൽ തീരുമാനിച്ചത്, അവിടെ തന്നെ ആശ്രയം കാണാനായി ജനങ്ങളിലേക്കൊരു ആഹ്വാനം നൽകിയതാണ് ഭഗവാൻ. അപ്പോൾ എല്ലാവരോടും ഗോവർദ്ധന ചുവട്ടിലേക്ക് വരാനായി ഭഗവാൻ നിർദ്ദേശിച്ചു. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുറേ കാലങ്ങളായി നിലനിൽക്കുന്ന, കുറേ തലമുറകൾ പിന്തുടരുന്ന ഒരു കീഴ്വഴക്കത്തെ പുനഃക്രമീകരിക്കാനുള്ള ഒരു നീക്കത്തിന് കുറേ അധികം പ്രയാസങ്ങളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും. അത് ഏത് കാലത്തും ഉള്ളതാണ്. അതിൻ്റെ മുൻപിൽ മുട്ടുമടക്കാതെ പതറിപ്പോകാതെ അതിൻ്റെ ഉദ്ദേശശുദ്ധിയും അതിൻ്റെ കൃത്യമായ ലക്ഷ്യബോധവും മുന്നിൽ നിർത്തിക്കൊണ്ട് സാഹചര്യങ്ങളെയും സാമൂഹ്യ സംവിധാനങ്ങളെയും പുനഃപ്രതിഷ്ഠിക്കാനുള്ള ആർജവം, അതിനുവേണ്ട നിതാന്തമായ ജാഗ്രതയും ഒപ്പം ഊർജ്ജസ്വലതയും കൈമുതലായ ഒരു മികച്ച സാമൂഹ്യ, രാഷ്ട്രീയ, ധാർമ്മിക വ്യക്തിത്വത്തെ നമുക്ക് കൃഷ്ണനിൽ അവിടെ കാണേണ്ടി വരും. നോക്കാം അവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഭഗവാന്റെ ജീവിതത്തെ ഉദ്ധവൻ വിവരിച്ച് കേൾപ്പിക്കുന്നതാണല്ലോ സംഭവം യമുനാ തീരത്ത് വെച്ച്. അതിൽ ഭക്തിയുടേതായ കുറേ രസക്കൂട്ടുകൾ അദ്ദേഹം ചേർക്കുന്നുണ്ട്. ഭഗവാന്റെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ വിദുരൻ ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം സൃഷ്ടിച്ചവർ അല്ലെങ്കിൽ സ്വാധീനം രചിച്ചവർ, സ്വാധീനിക്കപ്പെട്ടിരുന്നവർ,
കാലക്രമേണ മൺമറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അകാല മരണത്തിന് വിധേയരാകുകയോ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും മനസ്സിന് ഒരു പ്രയാസം. കൂടെ ജീവിച്ചിരുന്നവരാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, ബന്ധുജനങ്ങളാകാം, ആരുമാകാം. അങ്ങനെയുള്ള വേണ്ടപ്പെട്ടവരുടെ അകാല നിര്യാണത്തിൽ അല്ലെങ്കിൽ സ്വാഭാവിക മരണത്തിൽ നമ്മുടെ മനസ്സിനൊക്കെ കുറച്ച് വേദനയും വേവലാതിയും ഒക്കെ ഉണ്ട്, ഒരു ശൂന്യത അല്ലെ എല്ലാവർക്കും ഉണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ കുറേ നാളത്തേക്ക് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തളം കെട്ടി നിൽക്കും. പലപ്പോഴും പല വിധത്തിലുള്ള വികാര പ്രകടനങ്ങളായി ഒഴുകി പരന്നേക്കാം. അവരെക്കുറിച്ച് ആരോടെങ്കിലും നല്ല വാക്കുകൾ പറയാൻ, നല്ല കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു അവസരം ഉണ്ടായാൽ കുറച്ചു നേരം നമുക്കും ഉണ്ടാകും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ, മൗനം. എന്താ പറയണത് നിങ്ങൾക്ക് അഭിപ്രായം? നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് അടുത്ത് പെരുമാറിയിരുന്നവർ. അത് സുഹൃത്താകാം, സഹോദരനാകാം, ഭാര്യയാകാം, ഭർത്താവാകാം, മകനോ മകളോ ആരുമാകാം, ഏത് വിധത്തിലുമാകാം. അപ്പോൾ വ്യക്തിബന്ധങ്ങളിൽ ഏറ്റവും മനസ്സിനെ സ്വാധീനിച്ച, നമ്മുടെ ജീവിതത്തിനോട് അത്രയധികം ഇഴുകിച്ചേർന്ന് നിന്നിരുന്ന ഒരാളുടെ വിയോഗം നമ്മളെ സംബന്ധിച്ച് വളരെയധികം ഒരു നഷ്ടവും നിരാശയും ദുഃഖവും ഒക്കെ ഉണ്ടാക്കും. ഇവിടെ ഉദ്ധവനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു വെച്ചല്ലോ, വളരെ ചെറുപ്പം മുതലേ ആരാധനയും സ്നേഹവും സമർപ്പണവും ഒക്കെ പുലർത്തി പോകുന്നതായിരുന്നു ഉദ്ധവൻ കൃഷ്ണനോട്, ഭഗവാനോട്. അപ്പം അങ്ങനെ വളരെ കാലം ഭഗവാന്റെ ജീവിതത്തോട് ചേർന്ന് ജീവിച്ച് ഒടുവിൽ തൻ്റെ അവതാര ദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കി ഭഗവാൻ മടങ്ങിപ്പോകാനുള്ള സമയമായി. അതിന് ഭഗവാൻ തന്നെ ചില ഒരുക്കങ്ങളും ചില ഏർപ്പാടുകളും ഒക്കെ നടത്തിയതായിട്ട് നമുക്ക് കാണാം ഏകാദശ സ്കന്ധത്തിൽ. ഇതിനെല്ലാം സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്നതാണല്ലോ മൂന്നാമത്തെ സ്കന്ധത്തിൻ്റെ തുടക്കത്തിലെ 1-2 അധ്യായങ്ങൾ. അപ്പോൾ അവതാര കൃത്യങ്ങളെല്ലാം പൂർത്തിയാക്കി മടങ്ങിപ്പോകാൻ ഒരുങ്ങി ഇരിക്കുമ്പോഴാണ് ഉദ്ധവനെ ഭഗവാൻ കാണുന്നത്. തേടിച്ചെന്ന ഉദ്ധവൻ ഭഗവാനെ കണ്ടു. ഭഗവാന്റെ ഇരിപ്പും മട്ടും ഭാവവും രീതിയും എല്ലാം കണ്ടപ്പോൾ മടങ്ങിപ്പോകാൻ തയ്യാറായി. ആ തീരുമാനത്തെ തിരുത്താനോ മാറ്റാനോ ഒരാൾക്കും സാധ്യമല്ല എന്ന് നന്നായിട്ടറിയാം ഇത്രയും കാലത്തെ ജീവിത പരിചയത്തിൽ നിന്ന് ഉദ്ധവന്. അപ്പോൾ ആ സമയത്ത് വികാരാധീനനായി ഉദ്ധവൻ ഭഗവാന്റെ തിരോധാനത്തിന് ശേഷമുള്ള ശിഷ്ടജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ, സ്വപ്നം കാണാൻ പോലും ഉദ്ധവൻ അപ്പോൾ സാധ്യമല്ല, ഒരാൾക്കും സാധ്യമല്ല. അപ്പോൾ സാധാരണ വ്യക്തിബന്ധങ്ങളിൽപ്പെട്ട ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു വിയോഗം മനുഷ്യജീവിതത്തിൽ ഇത്രയധികം നീണ്ടകാലം മനസ്സിന് പ്രയാസം സൃഷ്ടിക്കുമെങ്കിൽ ദീർഘകാലം അവതാര പുരുഷൻ്റെ ജീവിതത്തിന് ഒരു തുണയായി, ഒരു കൂട്ടായി ഒപ്പം ചേർന്ന ഉദ്ധവന് എത്ര കണ്ട് അത് മാനസികമായ ഒരു പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ടാകും. വളരെ വലുതാണ്, നമുക്കത് അളന്ന് നിർണ്ണയിക്കാൻ സാധ്യമല്ല. അത്രയും അഗാധമായ സ്നേഹവും ബന്ധവും കൃഷ്ണനോട് പുലർത്തി പോകുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ ഉദ്ധവൻ. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ സമാനമായ പല സംഭവങ്ങളും ഉണ്ടാകാം. ജീവിതയാത്രയിൽ നമുക്ക് പലപ്പോഴും സഹായമായി, തുണയായി, ആശ്വാസമായി, അഭയമായി, മാർഗനിർദ്ദേശമായിട്ടൊക്കെ പലരും വന്നു പെടാം. കുറച്ചു കാലമൊക്കെ നിലനിൽക്കാം, കാലം പൂർത്തിയായാൽ അതൊക്കെ മടങ്ങിപ്പോയേക്കാം. പക്ഷേ ഉദ്ധവൻ്റെ ജീവിതത്തിൽ അങ്ങനെയല്ല. സുദീർഘമായ ഒരു ബന്ധം, ചിരകാല ബന്ധമായിരുന്നു ഭഗവാനും ഉദ്ധവനും തമ്മിൽ ഉണ്ടായിരുന്നത്. സാധാരണ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ നമുക്കറിയാമല്ലോ, കുറച്ചു കാലത്തേക്ക് അത് ലോകത്തിലുണ്ടാകും. അച്ഛനും അമ്മയും, ഭാര്യയും ഭർത്താവുമായാലും, അതുപോലെ മക്കളും രക്ഷിതാക്കളായാലും, സുഹൃത്തുക്കളായാലും, സഹോദരി സഹോദരന്മാരായാലും, അതുപോലെ വിദ്യാഭ്യാസ കാലത്തുണ്ടാകുന്ന സൗഹൃദങ്ങളൊക്കെ ആയാലും അതിനൊക്കെ പരിമിതമായ കാലത്തേക്ക് അത് ആയുസുള്ളൂ. നമ്മളിവിടെ ഇരിക്കുന്നവർക്കൊക്കെ അറിയാം, പണ്ട് 10ാം ക്ലാസ്സിൽ പഠനം പൂർത്തിയായി കഴിഞ്ഞാൽ ഏതാണ്ട് ഫെബ്രുവരി മാർച്ച് മാസമായി കഴിഞ്ഞ് ചെറിയൊരു പുസ്തകവുമായി എല്ലാ ക്ലാസ് മുറികളിലും കയറിയിറങ്ങുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട അധ്യാപകരുടെയും അടുത്ത് ഇണങ്ങി പെരുമാറിയിരുന്ന കൂട്ടുകാരുടെയും ചെറിയ വാചകങ്ങൾ രേഖപ്പെടുത്തി ഓർമ്മയിൽ എന്നെന്നും അവരെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള കുറിപ്പുകൾ എഴുതാനുള്ള യാത്ര. പഠിക്കുന്നതിനേക്കാൾ, പഠനകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിനേക്കാൾ, പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വിദ്യാർത്ഥികളൊക്കെ, നിങ്ങളൊക്കെ ഒരു പക്ഷേ അത് ഓർക്കുന്നുണ്ടാകാം, ആഷാഢമാസം, അവസാന മാസം, പിരിയുന്ന മാസം, മാർച്ച് മാസം എന്ന് തുടങ്ങി എന്തെല്ലാം മനോഹരമായ വാചക കസർത്തുകളായിരുന്നു അന്നെല്ലാം ഈ ചെറിയ കുർമാനങ്ങളായി, സൗഹൃദത്തിൻ്റെ അടയാളങ്ങളായി, സൂക്ഷിപ്പുകളായി നമുക്കൊക്കെ ലഭിച്ചിരുന്നത്. ഉണ്ടെങ്കിൽ എന്നൊക്കെ എടുത്തു നോക്കണം. ഒരാളെയും നമ്മൾ ഓർക്കണില്ല. 10ാം ക്ലാസ് കഴിഞ്ഞതോടെ അത് കഴിഞ്ഞു. പിന്നെ കലാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പുതിയ സൗഹൃദങ്ങളും പുതിയ ലോകങ്ങളും ഉണ്ടായി. അതിലിടവഴി കുറേ കാലം അതിലിങ്ങനെ ചുറ്റിത്തിരിഞ്ഞു. പിന്നീട് കുടുംബ ബന്ധങ്ങളുണ്ടായി. അത് കഴിഞ്ഞ് കുട്ടികളുമായിട്ടുള്ള ബന്ധം, പേരക്കുട്ടികളുമായിട്ടുള്ള ബന്ധം, ഇടക്കാലത്ത് ഔദ്യോഗിക ബന്ധങ്ങൾ വേറെ, സാമൂഹ്യ സൗഹൃദങ്ങൾ വേറെ. അങ്ങനെ പലരുമായും നമുക്ക് ഈ ജീവിതയാത്രയിൽ പല ബന്ധങ്ങൾ സ്ഥാപിക്കേണ്ടി വരും. പക്ഷേ അത്തരം ബന്ധങ്ങൾക്കെല്ലാം പരിമിതികളേറെയാണ്. അവയുടെ ആയുസ്സുകളും ഏറെ കുറഞ്ഞുമിരിക്കും. ഇവിടെ ഭഗവാനുമായുള്ള ഉദ്ധവൻ്റെ ബന്ധം സുദീർഘമായിരുന്നു, ചെറുതല്ല. അപ്പോൾ സുദീർഘമായൊരു ബന്ധത്തിൻ്റെ ഒരു വിരാമം
അല്ലെങ്കിൽ അതിൻ്റെ മുറിവ് വളരെ വലിയ വേദനയായിരിക്കും ഉദ്ധവന് സമ്മാനിച്ചിട്ടുണ്ടാകുക. അപ്പോൾ ആ വേദനാജനകമായ ആ ഒരു അനുഭവത്തിലൂടെ ഭഗവാന്റെ ആ ഒരു ജീവിതം ഉദ്ധവൻ ഈ വിതുരൻ്റെ മുമ്പിൽ അനാവരണം ചെയ്യുന്നതാണല്ലോ പശ്ചാത്തലം. അപ്പം അത് പറയുന്നതിന് മുമ്പ് അദ്ദേഹം നിശബ്ദനായി പോയി. കൃഷ്ണനെക്കുറിച്ച് പറയാൻ, ഭഗവാനെക്കുറിച്ച് പറയാൻ പുറപ്പെട്ട ഉദ്ധവൻ കുറച്ചു നേരം മൗനമായിരുന്നു. ആ മൗനം അദ്ദേഹത്തെ ആത്മശാന്തിയുടെയും സമാധ്യാനുഭവത്തിൻ്റെയും ഉള്ള ആഴങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു. ഭഗവാനെക്കുറിച്ച് പറയാൻ തുടങ്ങുന്നതിന് മുൻപേ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അതിനൊരു ഭാഷ വേണം. ആ പറയുന്ന കാര്യങ്ങൾക്കൊരു ആശയം ഉണ്ടാകണം, അതിനൊരു വ്യക്തത ഉണ്ടാകണം, അതിന് തുടർച്ചയുണ്ടാകണം. ഇതെല്ലാം ഉള്ളിൽ നിന്ന് ഉറപൊട്ടി ഒഴുകിയേ പറ്റൂ. അപ്പോൾ ഭഗവാനെക്കുറിച്ച് എന്തെല്ലാമാണോ പറയേണ്ടത്, ഏതെല്ലാം സന്ദർഭങ്ങളും ഏതെല്ലാം സംഭവങ്ങളുമാണോ തൻ്റെ ഉള്ളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയത്, അതിനെയൊക്കെ ഒന്ന് ഉരുക്കഴിച്ചെടുക്കാൻ മൗനം പാലിക്കേണ്ടി വന്നു. എപ്പോഴും അങ്ങനെയാണല്ലോ, കവികളെല്ലാം അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഏതെങ്കിലും ഒരു കാവ്യരചനയ്ക്ക് മുമ്പ് അഗാധമായ മൗനമോ സകല വിഷയങ്ങളിൽ നിന്നും ഉൾവലിയലോ എല്ലാ കവികളിലും കാണാം. അത് വാൽമീകി മഹർഷിയാകട്ടെ, വ്യാസദേവനാകട്ടെ, നമ്മളെന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശ്രേഷ്ഠരായ കവികൾ, സാഹിത്യകാരന്മാരൊക്കെ ആകട്ടെ, അവരുടെ ഉള്ളിൽ നിന്നും ഒരാശയം ഇങ്ങനെ ഉറവ പൊട്ടി അത് വലിയ ഒരു പ്രവാഹമായി മാറുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള അഗാധ മൗനങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാകും. അതാണല്ലോ വാസ്തവത്തിൽ തപസ്സുകളിൽ ഉണ്ടായ ഈ രചനകളെല്ലാം ഇത്രയും ശ്രേഷ്ഠവും പ്രബലവും പ്രസക്തവും ദീർഘകാലികവുമാകാനുള്ള ഒരു വലിയ കാരണം അതാണ്. വ്യാസമഹർഷിയുടെയും വാൽമീകി മഹർഷിയുടെയും ഒക്കെ കാവ്യങ്ങൾ, അല്ലെങ്കിൽ മറ്റ് പ്രധാനികളായ ഋഷിവര്യന്മാരുടെ സാഹിത്യ രചനകളൊക്കെ ഇന്നും അതിൻ്റെ സജീവ സ്പന്ദനത്തോടുകൂടി ലോകത്തിന് മുമ്പിൽ നിലനിൽക്കുന്നുവെങ്കിൽ അതെല്ലാം തപസ്സിൽ നിന്ന് രൂപപ്പെട്ടവയാണ്. അതുകൊണ്ടാണ് അവ ഇന്നും നിലനിൽക്കുന്നത്. ഇങ്ങനെ തപോനിഷ്ഠരായ സാഹിത്യകാരന്മാരും ശാസ്ത്രചിന്തകരും സാമൂഹിക ബദ്ധതയുള്ളവരും എല്ലാ കാലത്തും ആ സാമൂഹിക രാഷ്ട്രീയ നിർമ്മിതിയിൽ സുപ്രധാനമായ പങ്കുകൾ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സ് എല്ലായ്പ്പോഴും സ്വാർത്ഥതയും അസൂയയും കുശുമ്പും കുന്നായ്മയും അടക്കമുള്ള എല്ലാ വിപരീത നിർബന്ധങ്ങൾക്കും എപ്പോഴും വഴങ്ങാൻ സജ്ജമാണ്. അപ്പോൾ അവയ്ക്ക് അമിതമായി വഴങ്ങിയാൽ ഉണ്ടാകാവുന്ന ദുരിതങ്ങളും എഴുതി പറഞ്ഞ് പ്രചരിപ്പിച്ച് അവയ്ക്ക് അമിതമായി പിടികൊടുക്കാൻ മനുഷ്യ മനസ്സിന് അവസരം നൽകരുത്. അതിനെ നിയന്ത്രിക്കാൻ എപ്പോഴും ബുദ്ധി ശക്തമായിട്ടുണ്ടാകണം. ബുദ്ധിക്ക് ആ ഒരു ശക്തി എങ്ങനെ ഉണ്ടാകും? അറിവ് കൊണ്ട് മാത്രമേ ഉണ്ടാകൂ. ആ അറിവ് വേണ്ട വിധത്തിൽ ആർജിച്ച് ബുദ്ധിയെ പ്രബലമാക്കി മനസ്സിൻ്റെ എല്ലാ വൈകാരികമായ പ്രേരണകളെയും നിർബന്ധങ്ങളെയും ആഹ്വാനങ്ങളെയും സമരസപ്പെടുത്തി, എന്നാൽ അത്തരം വികാരങ്ങളില്ലാതെ എങ്ങനെയാണ് നമുക്ക് ലോകത്ത് ജീവിക്കാൻ സാധിക്കുക? അവയെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനുള്ളൊരു കഴിവ് അത് മനുഷ്യന് മാത്രമാണ് പ്രകൃതിയിൽ വേറിട്ട് കാണുന്നത്. ഭൂമിയിൽ ഒരു ജീവജാലങ്ങൾക്കും സ്വതസിദ്ധമായ ഈ പ്രകൃതി പ്രേരണകളെ നിയതമായി, അതായത് നിയന്ത്രിതമായി വിനിയോഗിക്കാനുള്ള സാമർഥ്യമോ കഴിവോ ഇല്ല. ആ കഴിവിനെ നമ്മൾ പറയാറുണ്ടല്ലോ, ഇച്ഛ എന്ന് പറയാറുണ്ടല്ലോ. ഈ ഇച്ഛാശക്തി ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു വർഗം, ഒരു വിഭാഗമാണ് മനുഷ്യൻ്റേത്. അങ്ങനെ ഒരു ഇച്ഛാശക്തി ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ ലോകത്ത് മനുഷ്യൻ നേടിയിരിക്കുന്ന ഈ സൗഭാഗ്യങ്ങളൊക്കെ കണ്ടെത്താൻ അല്ലെങ്കിൽ ആർജിക്കാൻ സാധിക്കുക? അപ്പോൾ ഇച്ഛാശക്തിയെ എത്രത്തോളം ഉപയോഗിക്കാൻ സാധിക്കും, അതിൻ്റെ അഗ്രം, അതിൻ്റെ പര്യവസാനം എവിടെ വരെയാകാം എന്നതിനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ഈ സാഹിത്യങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഉദ്ധവൻ വൃഷ്ണീനാം പ്രവരോ മന്ത്രി കൃഷ്ണസ്യ ദൈതസഖ ശിഷ്യോ ബൃഹസ്പതേ സാക്ഷാത് ഉദ്ധവോ ബുദ്ധിസത്തമ. ബുദ്ധിമാന്മാരിൽ അഗ്രഗണ്യനാണ്. ഏതൊരു കാര്യത്തെയും വളരെ ഭംഗിയായി നിർവഹിക്കാൻ വേണ്ട സാമർഥ്യം നേടിയവനാണ് ഉദ്ധവൻ. എന്നാൽ ആ ഉദ്ധവൻ പോലും വളരെ കാലത്തെ ഇടപഴകലിൽ നിന്ന് ഒരു വിരാമം ഉണ്ടായ സമയത്ത് വികാരാധീനനായി പോയി. സ്വാഭാവികമാണ്. എന്തുകൊണ്ടങ്ങനെ വികാരാധീനനായി? നമ്മൾ യാഥാർത്ഥ്യങ്ങളുടെ നേർക്കൊരിക്കലും മുഖം തിരിച്ചു നിൽക്കരുത്. അർജുനൻ എന്തുകൊണ്ട് വികാരാധീനനായിപ്പോയി? മഹാഭാരത യുദ്ധം തുടങ്ങുന്ന ദിവസം എതിർഭാഗത്ത് നിൽക്കുന്നവരെയൊക്കെ കാണാൻ അവസരമുണ്ടായപ്പോൾ അർജുനൻ ഉണ്ടായില്ലേ ഇതുപോലെയൊരു വികാരക്ഷോഭം? കയ്യിൽ നിന്ന് ഗാണ്ഡീവം മൂർന്നു വീണു, തൊണ്ടയാകെ വരണ്ട് വിണ്ട് കീറി, കണ്ണുകളാകെ കലങ്ങി മറിഞ്ഞു. എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നറിയാതെയുള്ള ആശയക്കുഴപ്പത്തിൽ തേർത്തട്ടിൽ തളർന്നിരുന്നു അർജുനൻ. എന്തുകൊണ്ട് അർജുനൻ അങ്ങനെയിരുന്നു? അയാളൊരു മനുഷ്യനായതുകൊണ്ട്. ഉദ്ധവനൊരു മനുഷ്യനാണ്, നമ്മളെല്ലാവരും മനുഷ്യരല്ലേ? അപ്പോൾ സ്വാഭാവികമാണ് മനുഷ്യ ജീവിതത്തിൽ, മനുഷ്യ ലോകത്ത് ഇത്തരം വൈകാരികമായ സന്ദർഭങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. അത് ഏതൊരാൾക്കും വരും. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ പരിപൂർണ നിസ്സംഗത ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചിരുന്നവരെയാണ് നമ്മൾ മഹാത്മാക്കൾ എന്ന് കരുതുക അല്ലെങ്കിൽ വിളിക്കുക. അവിടെയാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും മഹർഷി ശ്രേഷ്ഠന്മാരുമെല്ലാം അപൂർവ വ്യക്തികളാകുന്നത്, ആരാധ്യരാകുന്നത്, ഒരു പരിധിവരെ അനുകരണീയരാകുന്നത്.
അപ്പം എല്ലാവർക്കും ഉണ്ടാകും ഇത്തരം സന്ദർഭങ്ങൾ ജീവിതത്തിൽ. അത് ഉദ്ധവനിലൂടെ തുറന്നു പറയണു. അദ്ദേഹം ഇത്രയും കാലം ഭഗവാനോടൊപ്പം ജീവിച്ച് നേരിട്ട് ജീവിച്ച് പല സന്ദർഭങ്ങളിലും അടുത്തിടപഴകിയ ഉദ്ധവന് ഇങ്ങനെ ഉണ്ടായെങ്കിൽ സാധാരണ മനുഷ്യരുടെ സ്ഥിതി എന്തായിരിക്കും? ഭഗവത് അനുഭവത്തെ പലപ്പോഴും നുണഞ്ഞ് രുചിച്ച ഉദ്ധവന് ഈ ഒരു വൈകാരിക ക്ഷോഭം, വൈകാരിക പ്രതിസന്ധി, വൈകാരികമായ ഒരു സങ്കീർണത അനുഭവപ്പെട്ടുവെങ്കിൽ സാധാരണ വ്യക്തികളെ സംബന്ധിച്ച് എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ സാധാരണ വ്യക്തികളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ ഉദ്ധവനോളം വലിയ അടുപ്പവും പ്രേമവും ആരാധനയും സമർപ്പണവും സമ്പർക്കവും സാമീപ്യവും ഒന്നും സാധാരണ നമുക്കാർക്കും ഇല്ലല്ലോ. നമ്മളെല്ലാം കാണുന്നത് എവിടെ വരെയാ? വിഗ്രഹത്തിൻ്റെ അടുത്ത് വരെയുള്ള ഭക്തിയെ നമുക്കുള്ളൂ. വിഗ്രഹത്തെ ഭംഗിയായി അലങ്കരിക്കുക, അതിന് നിവേദ്യം നൽകുക, അതിന് കർപ്പൂരം ഒഴിക്കുക, അതിന് മാല അണിയിക്കുക, ഉടയാട അണിയിക്കുക, അമ്പലം പണിയുക, അതിനൊക്കെ ഈ രീതിയിലാണല്ലോ നമ്മുടെ ഇടപെടൽ ഭഗവാനോട്. ഇതാണ്. ഇനി ഈ ഭക്തിയുടെ കാര്യം പറയുമ്പോൾ ഭഗവാൻ നേരിട്ട് ഇതേ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വന്നാൽ തന്നെ സ്ഥിതി എന്തായിരിക്കും? നമ്മളാരും അംഗീകരിക്കാൻ പോടില്ല. അത് വേറെ വിഷയം. രാവിലെ ഉമ്മർത്ത് ചാരുകസരയിൽ നിന്ന് പത്രം വായിക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ നിൽക്കണു പഠിക്കൽ. തുറന്നു കൊടുത്തു, വരൂ. എന്താ? അല്ല, ഞാൻ ഗുരുവായൂരപ്പനാണ്. നമ്മളെന്തോ സമ്മതിക്കണോ? കുറച്ചുകൂടി അടുത്ത് ആ സിറ്റ് ഔട്ടിൽ വരെ വന്നിട്ടേ, അല്ല എവിടുന്നാ? ഗുരുവായൂരുന്നാണ്. ശരി, ഇപ്പം വരാട്ടോ, നിൽക്കൂ. നേരെ അകത്ത് പോയി 2 രൂപയുടെ ഒരു നാണയം കൊണ്ടുവന്ന് ഇതാ പിടിക്കും. അപ്പോഴും നേരിട്ട് വന്നാലുള്ള സ്ഥിതിയാണ്. ഒരാളും അത് സംശയിക്കണം. നേരിട്ട് വന്നാൽ കൂടി ഇതിൽ ഫാൻസി ഡ്രസ്സിന് വേഷം കെട്ടി വന്നാണ് നമ്മളെപ്പോഴും ധരിച്ചു വെച്ചിരിക്കണതേ. ഇങ്ങനെ നേരിട്ട് നമ്മുടെ കൺമുമ്പിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ പ്രതീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഈ കാത്തിരിപ്പിന് പറയുന്ന പേരാണ്, ഒറ്റ വാക്കിൽ പറയാം, എന്താ? മതം. ഇതാണ്. ഇങ്ങനെ പലതും ഉണ്ടാകും, പലതും വരാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കൂ, കരുതിയിരിക്കൂ എന്നു ആഹ്വാനം ചെയ്ത് ജനങ്ങളെ ഒരു പരിധിവരെ ഭക്തന്മാരെ ചൂഷണം ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിന് പൊതുവെ പറയാവുന്ന പേരാണ്. അത് ഏതെന്ന് വേണ്ട, എല്ലാറ്റിനും പറയാം, ഒറ്റ വാക്കാണ് മതം. ഇതാണ് വിശ്വാസം. ഈ വിശ്വാസത്തെ ചുവടുപിടിച്ചുകൊണ്ടാണ് ലോകത്തെ എല്ലാ മതങ്ങളും നിലനിൽക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാൻ പഠിപ്പിക്കുകയും വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുകയും വിശ്വസിച്ചില്ല എങ്കിൽ എന്തൊക്കെയോ അത്യാഹിതങ്ങൾ സംഭവിക്കുമെന്ന് ഭയപ്പെടുത്തിയും സമൂഹത്തെ നയിക്കുന്ന ഈ വികല ധാരണകൾക്കും വിശ്വാസങ്ങൾക്കും ഉള്ള ഒരു മുന്നറിയിപ്പാണ് ഗോവർദ്ധനോദ്ധാരണത്തിൻ്റെ നടപടി. അവിടെ ദേവേന്ദ്രൻ സന്തോഷിക്കും, നമുക്ക് ആവോളം മഴ കിട്ടും, നമ്മുടെ കാർഷിക വിഭവങ്ങൾ വളർന്ന് തഴയ്ക്കും, അതിലൂടെ കാർഷിക അഭിവൃദ്ധി ഉണ്ടാകും, നമ്മുടെ സമ്പത്ത് വരും. ഈ ഒരു വിശ്വാസമായിരുന്നു അന്ന് യാദവന്മാരെ നയിച്ചിരുന്നത്. മഴയുണ്ടാകുന്നതും ആ കാലത്തിനനുസരിച്ച് വിത്ത് വിതച്ചാൽ കൃഷി വിളകൾ നന്നായി വളരുമെന്നുള്ളതും അതിനുവേണ്ട പരിചരണവും വളപ്രയോഗവും ഒക്കെ നടത്തിയാൽ അതിന് ഫലപുഷ്ടി ഉണ്ടാകുമെന്നതും ചിന്തിക്കാതെ, ആ രീതിയിലേക്ക് കാര്യങ്ങളെ ചിന്തിക്കാതെ, മഴ പെയ്ത് ദേവേന്ദ്രൻ്റെ അദൃശ്യനായ ദേവേന്ദ്രൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ സമ്പത്ത് വർദ്ധിക്കുമെന്ന് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു ജനവിഭാഗത്തോടാണ് ഭഗവാൻ ഈ ഒരു സന്ദർഭത്തിൽ കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പുറപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കൂട്ടരോട് തിരുത്തണമെങ്കിൽ അതിന് കുറച്ചൊരു നാടകം ആവശ്യമാണ്, കുറച്ചൊരു കൃത്രിമ ഭാവം, കൃത്രിമ വേഷം അതിന് ആവശ്യമാണ്. അല്ലാണ്ട് പറ്റില്ല. ഇത്രയും കാലം ഇതാണ് ഭഗവാൻ ഈശ്വരൻ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സ്തൂപത്തോടോ ഒരു ആകൃതിയോടോ ഒരു പ്രതിമയോടോ അതല്ല. അത് കേവലം ഒരു പ്രതീകം മാത്രമാണ്. അത് ഈശ്വരതത്വത്തെ പ്രതിനിധാനം ചെയ്യുന്ന മനുഷ്യനിർമ്മിതമായ ഒരു അടയാളമാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഇതുവരെ അവരുടെ ഉള്ളിൽ പതിഞ്ഞിരുന്ന പഴക്കം വന്നിരിക്കുന്ന ഈ ഒരു ചിന്താഗതിയെ, അവിടെയാണ് നേരത്തെ പറഞ്ഞത്, വിളക്കി ചേർക്കുകയല്ല, ഉടച്ചു വാർക്കേണ്ടി വരും. അങ്ങനെ ഉടച്ചു വാർക്കുന്ന സമയത്ത് കുറച്ചൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകും. പക്ഷേ ആ ഉടച്ചു വാർക്കൽ പുതിയ ഒരു ലോകനിർമ്മിതിയുടെ അനിവാര്യവും അത്യന്താപേക്ഷിതവുമായ ഒരു പ്രക്രിയ മാത്രമാണെന്ന് കരുതിയാൽ നമ്മുടെ ആശങ്കകളും നമ്മുടെ പ്രശ്നങ്ങളും എല്ലാം അതോടുകൂടി അവസാനിക്കും. ഇത്തരത്തിൽ സമൂഹത്തിന് വേണ്ട ഉദ്ബോധനം നൽകാൻ നമുക്ക് സാധിക്കാതെ വരുന്നതാണ് പല വർത്തമാനകാല വിഷയങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമുള്ള മൂലകാരണം. നമ്മളത് പരിശോധിക്കുമ്പോഴത് ബോധ്യപ്പെടും. അപ്പോൾ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ആരാധനയുടെയും അനുഷ്ഠാനത്തിൻ്റെയും അതിൽ നിന്ന് ഉരുത്തിരുന്ന സങ്കല്പങ്ങളുടെയും പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമൂഹത്തിന് പുതിയ ഒരു വീക്ഷണം നൽകി അവർക്ക് മഹത്തായ ഒരു ധർമ്മത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമായി നിൽക്കാൻ ഒരു അവസരമോ ഒരു സന്ദർഭമോ ഒരുക്കി കൊടുക്കേണ്ടി വരുമ്പോൾ അതിന് കൃത്യമായ പഠനവും കൃത്യമായ ഇടപെടലും ആവശ്യമായി വരും. അപ്പോൾ യാദവന്മാരുടെ ജീവിതത്തോട് വളരെയധികം ഇടപെട്ട്, പ്രത്യേകിച്ച് ഗോപന്മാരുടെ ഗ്രാമീണ ജീവിതവുമായി വളരെയധികം ഇഴുകിച്ചേർന്ന കൃഷ്ണനെ സംബന്ധിച്ച്, ഭഗവാനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഒരു നടപടിക്കോ നീക്കത്തിനോ പുറപ്പെടുന്ന സമയത്ത് അതിൻ്റേതായ ഒരു രീതിയിലൂടെ മാത്രമേ അത് സാധിക്കൂ. അപ്പം അതിന്
അതിനാദ്യം ചെയ്തത് എന്താ? എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരുന്ന ഇന്ദ്രയാഗത്തിന് ഒരു അവസാനം കുറിക്കാൻ, അതിന് എക്കാട് ആ ഒരു വൈദിക പദ്ധതിയെ അല്ലെങ്കിൽ ആരാധനാ സമ്പ്രദായത്തെ തകർത്ത് ഇല്ലായ്മ ചെയ്യുകയല്ല ചെയ്തത്. അതുവരെ അത് ആവശ്യമായിരുന്നിരിക്കാം, അതിന് ആ കാലഘട്ടത്തിൽ പ്രാധാന്യമോ പ്രസക്തിയോ ഉണ്ടാകാം. പക്ഷേ അത് കഴിഞ്ഞ് പുതിയൊരു കാലത്തിലേക്ക്, പുതിയൊരു ലോകത്തേക്ക് സമൂഹം പ്രവേശിക്കുന്ന സമയത്ത് അതിനനുയോജ്യമായ വിധത്തിലായിരിക്കണം അതിനുള്ള ആരാധനാ സംവിധാനങ്ങളെയും സാമൂഹിക നിയമങ്ങളെയും ക്രമപ്പെടുത്താൻ. അതെല്ലാ കാലത്തും നടക്കുന്നുണ്ട്, നടന്നേ മതിയാകൂ. അപ്പോൾ ഇത്തരത്തിൽ ഗോവർദ്ധനത്തെ പൂജിക്കാനാണ് ഭഗവാൻ നിർദ്ദേശിച്ചത്. പ്രകൃതിയെ നേരിട്ട് നമ്മളൊക്കെ ഈ പ്രകൃതി പൂജ എന്നൊക്കെ പറയുമ്പോൾ എന്താ, കുറേ പുഷ്പങ്ങൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് കുറേ ചരാതുകളൊക്കെ തെളിയിച്ച് കേവലം പ്രതീകാത്മകമായ 1-2 മിനിറ്റ് അല്ലെങ്കിൽ 5-10 മിനിറ്റുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പതിവാണ് നമ്മൾ പൂജയിലൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അത്രേ ആകാവൂ, അത്രേ പാടുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകരുത് എന്നൊരു നിർബന്ധവും നിബന്ധനയും കൂടി ചില കാര്യങ്ങളിൽ കാണാം. എന്നാൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെയും അതിൻ്റെ താളക്രമത്തെയും അതിൻ്റെ സാമാന്യ രീതികളെയും അതിൻ്റെ നിലവാരത്തിൽ തന്നെ പരിപാലിക്കുക എന്നതാണ് ഏറ്റവും ഉദാത്തമായ ഉത്തമമായ പൂജ എന്നത് പറഞ്ഞു പഠിപ്പിക്കാനും അത് പരിചയപ്പെടുത്തി പരിശീലിപ്പിക്കാനുള്ള സംവിധാനങ്ങളൊന്നും നമുക്കില്ല. അപ്പോൾ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ആവശ്യം, മനുഷ്യൻ്റെ നിലനിൽപ്പ് ഈ ഒരു സന്തുലിതാവസ്ഥയോട് ചേർന്ന് നിൽക്കുകയാണ് എന്ന തിരിച്ചറിവ് അവന് നൽകാൻ ഇത്തരം കാര്യങ്ങളൊന്നും സഹായകമല്ല എങ്കിൽ കാലാന്തരത്തിൽ ഇതൊക്കെ തള്ളിക്കളയപ്പെടും. അത് പുതിയ ലോകം, പുതിയ സമൂഹം, പുതിയ തലമുറ അവയിൽ നിന്ന് അകന്നു മാറുകയുള്ളൂ. അവയൊരിക്കലും കൂട്ടുപിടിക്കാൻ അവർ തയ്യാറാകില്ല. അപ്പോൾ പ്രകൃതിയും കാലാവസ്ഥയും സാമൂഹ്യ സാഹചര്യങ്ങളും എല്ലാം സന്തുലിതമാക്കി നിർത്തുമ്പോൾ മാത്രമാണ് അവിടെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സ്ഫുരണങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാനും മുന്നോട്ട് വരാനും സാധിക്കുന്ന ഒരു വിശിഷ്ട ജന്മമാണ്, ഒരു പ്രത്യേക അവസരമാണ് മനുഷ്യൻ്റെ ജന്മം. മറ്റ് ജീവജാലങ്ങളൊന്നും ഇങ്ങനെ ചിന്തിക്കാറോ പ്രവർത്തിക്കാറോ ഇല്ല. അവർ പ്രകൃതിയുടെ പ്രേരണകൾക്കനുസരിച്ച് മാത്രം ജീവിച്ച് മണ്ണടിയുന്ന കൂട്ടരാണ്. നായയുടെ ജീവിതം നോക്കിയാൽ, പാമ്പിൻ്റെ ജീവിതം നോക്കിയാൽ, പക്ഷികളുടെ എല്ലാം ജീവിതം നോക്കിയാൽ അവയുണ്ടായ കാലം മുതൽ ഇന്നേ വരെ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അവർ പ്രത്യേകിച്ച് പാർപ്പിടങ്ങൾ നിർമ്മിക്കാനോ ബന്ധങ്ങൾ രൂപപ്പെടുത്താനോ നിയമങ്ങൾ ഉണ്ടാക്കാനോ നിയമാനുശാസന കേന്ദ്രങ്ങൾ നിർമ്മിക്കാനോ ഒന്നും അവ പുറപ്പെട്ടിട്ടേയില്ല. ഇണചേരുക, ഇരതേടുക എന്ന 2 സ്വാഭാവികമായ പ്രകൃതി പ്രേരണകൾക്ക് മാത്രം വശരായി ജീവിച്ച് മണ്ണടിയുക, പിൻഗാമികൾക്ക് ജന്മം നൽകുക എന്നൊരൊറ്റ കാര്യത്തിൽ ശ്രദ്ധിക്കുക അല്ലാതെ മറ്റൊരു വിഷയങ്ങളിലും അവർക്ക് ഇടപെടേണ്ടതേയില്ല. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരിവർത്തനങ്ങൾ, ഒരുപാട് പരിഷ്കാരങ്ങൾ ഉണ്ടായതെല്ലാം നേരത്തെ പറഞ്ഞ ഈ ഇച്ഛാശക്തിയുടെയും ഈ ബൗദ്ധിക വികാസത്തിൻ്റെ വിനിമയത്തിലൂടെ സംഭവിച്ചതാണ്. അപ്പം അങ്ങനെ സംഭവിച്ചതെല്ലാം അടുത്ത കാലഘട്ടത്തിലേക്ക് കൈമാറുമ്പോൾ ആ കാലത്തിൻ്റെ ആവശ്യവും ആ കാലത്തിൻ്റെ സാധ്യതകളും പരിഗണിക്കേണ്ടതുണ്ട്. അവയെ പരിഗണിക്കാതെ ഒരിക്കലും നമുക്കിവ കൈമാറാൻ സാധ്യമല്ല. അങ്ങനെ തുടർച്ചയായി പരിണമിച്ചും പരിഷ്കരിച്ചും കൈമാറ്റം ചെയ്യുന്ന ഒരു പൊതു സംവിധാനത്തിന്, ഒരു വ്യവസ്ഥിതിക്ക് പറയുന്ന പേരാണ് സംസ്കാരം എന്നത്. ആ സംസ്കാരത്തിന് അതാത് കാലത്ത് ആവശ്യമായ അനുയോജ്യമായ എല്ലാ ഘടകങ്ങളെയും എല്ലാ മൂല്യങ്ങളെയും അതാത് കാലത്ത് ശ്രേഷ്ഠന്മാരായ ആൾക്കാർ, ചിന്താശീലർ, ഭരണവിദഗ്ധന്മാർ, ഋഷി സമൂഹം ഇതെല്ലാം ചേർന്ന് കൈമാറി അതിനെ പരിപുഷ്ടിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പരിപുഷ്ടമാക്കപ്പെട്ട, പവിത്രീകരിക്കപ്പെട്ട ഒരു വലിയ സംസ്കൃതിയുടെ ജീവിച്ചിരിക്കുന്ന സാക്ഷ്യപത്രങ്ങളാണ്, അല്ലെങ്കിൽ അതിനെ പരിപാലിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വമുള്ളവരാണ് നാം ഓരോരുത്തരും എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ആ തിരിച്ചറിവ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ, പരിചയപ്പെടുത്തുന്നതിലൂടെ മാത്രമേ സാധിക്കൂ. അപ്പോൾ ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കാൻ, അങ്ങനെ ഒരു സാമൂഹ്യ ശരീര നിർമ്മിതിയിലേക്ക് നമ്മുടെ ശാസ്ത്രങ്ങളും ഋഷി സമൂഹവും നൽകിയ സംഭാവനകളെ അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ തന്നെ കൈമാറാനുള്ള, പകർന്നു കൊടുക്കാനുള്ള, പ്രചരിപ്പിക്കാനുള്ള ഒരു വലിയ ഉദ്യമത്തിൻ്റെ സഫലീകരണമാണ് വാസ്തവത്തിൽ നൈമിഷാരണ്യം പോലുള്ള സംഗമങ്ങൾ. അവിടെ പുരാണ കഥകളുടെ ആവർത്തനമല്ല, മറിച്ച് ഓരോ കാലഘട്ടത്തിനും ചേർന്ന് ഓരോ കാലഘട്ടത്തിൻ്റെയും ആവശ്യത്തിനനുസരിച്ചുള്ള ആശയങ്ങളെയും ചിന്തകളെയും മൂല്യങ്ങളെയും അടുക്കടുക്കോടുകൂടി നമ്മുടെ പൗരാണിക പദ്ധതിയുടെ പിൻബലത്തോടുകൂടി അവതരിപ്പിക്കുക, അറിയിക്കുക എന്ന സുദീർഘമായ ഒരു സബരിയാണ്, ഒരു ജാഗരണമാണ് വാസ്തവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നൈമിഷാരണ്യം പ്രസക്തമാക്കുന്നത്. പുരാണ കഥകളുടെ ആവർത്തനം ഇങ്ങനെ പറഞ്ഞാൽ അത് എത്രത്തോളം പറയാൻ പറ്റും?
അതിന് മിഴിവ് കൂട്ടാനും കുറച്ചൊക്കെ ആകർഷണത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചില രംഗവിധാനങ്ങൾ ഉണ്ടാക്കാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അതിന് യാതൊരു സാധ്യമില്ല. ഏതുപോലെ വിഗ്രഹത്തിൽ പൂജാപുഷ്പങ്ങൾ അർച്ചിക്കുന്നത് പോലെ, അലങ്കാരങ്ങൾ ഏർപ്പെടുത്തുന്നത് പോലെ, അത് കുറച്ച് കഴിഞ്ഞാൽ നിർമാല്യമായി നമുക്ക് നീക്കം ചെയ്യേണ്ടി വരും. അതവിടെ നിലനിൽക്കില്ല. എന്നാൽ നമ്മൾ നേടുന്ന അറിവ്, ആ അറിവിലൂടെ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവ സമ്പത്ത്, അതിലൂടെ നമ്മുടെ മനസ്സിനും നമ്മുടെ ബുദ്ധിതലങ്ങൾക്കും ഉണ്ടാകുന്ന വികാസം, അതിലൂടെ ലഭിക്കുന്ന നിർവൃതി അല്ലെങ്കിൽ അനുഭൂതി അല്ലെങ്കിൽ സാഫല്യം, ഇതാണ് ഒരു മുതൽക്കൂട്ടായി നമുക്ക് എക്കാലവും ഉണ്ടാകുക. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ശരീരമാകട്ടെ, വേഷവിധാനങ്ങളാകട്ടെ, നമ്മൾ സമ്പാദിച്ചു കൂട്ടിയതാകട്ടെ, സകലതും കാലാന്തരത്തിൽ പരിണാമത്തിനും നാശത്തിനും വിധേയമാണ്. അത് വെളിപ്പെടുത്തുന്നതും അത് ഉറപ്പിച്ചു പറയുന്നതുമാണല്ലോ നമ്മുടെ കാവ്യങ്ങളെല്ലാം. അയോധ്യ ഇന്നില്ല, പേരുകൊണ്ട് ആ ഒരു പ്രദേശം ഇന്ന് നമ്മൾ നിലനിർത്തുന്നെങ്കിലും അയോധ്യയുടെ പ്രൗഢിയോ പ്രതാപമോ അതിൻ്റെ ഗാംഭീര്യമോ നിലനിൽക്കുന്നില്ല ഇന്ന്. ശ്രീരാമൻ്റെ പിൻഗാമികളായിട്ട് ആരും നമുക്കറിയില്ല. ഹസ്തിനാപുരം അതുപോലെ കെങ്കേമമായിരുന്നു. പ്രബലന്മാരായ ഭരണാധികാരികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കുരുവംശത്തിൻ്റെ സുദീർഘമായ 6-7 തലമുറകളുടെ ഭരണം കൊണ്ട് വളരെ സമൃദ്ധമായി സാമ്പത്തികമായി, സാമൂഹികമായി, രാഷ്ട്രീയമായി പലതുകൊണ്ടും അഭിവൃദ്ധി നേടിയ ഒരു രാഷ്ട്രമായിരുന്നു ഹസ്തിനാപുരം. അതുപോലെ തന്നെയാണ് ദ്വാരക. ദ്വാരക കുശസ്ഥലി എന്ന് പറയുന്ന ദ്വീപ് ഭഗവാൻ പുനർനിർമ്മിച്ച് അത് വാസയോഗ്യമാക്കി തൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഒരു ആസ്ഥാനമായി ദ്വാരകയെ ചിട്ടപ്പെടുത്തി അവിടെ യാദവന്മാർക്കെല്ലാം സുഖമായി സൗകര്യമായി ജീവിക്കാനുള്ള സന്നാഹങ്ങളെല്ലാം ഏർപ്പെടുത്തി വളരെ അസൂയാവഹമായ ഒരു മുന്നേറ്റം, ഒരു വളർച്ച പ്രാപിക്കാൻ ആ കാലത്ത് ദ്വാരകയ്ക്ക് സാധിച്ചിരുന്നു. ദ്വാപരകാലത്തിൻ്റെ ഒരു വലിയ പരിച്ഛേദം ദ്വാരകയിൽ നമുക്ക് കാണാൻ സാധിക്കും. 4 ഭാഗവും ചുറ്റും വെള്ളമാണ്, സമുദ്രജലം. അവ നേരിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ കാർഷികാഭിവൃദ്ധി ഉണ്ടാകണം, ജനങ്ങൾക്ക് ജീവിക്കാനും പലവിധത്തിലുള്ള നിർമ്മാണങ്ങൾക്കും വെള്ളം ആവശ്യമാണ്, അതുപോലെ ഭക്ഷണം ആവശ്യമാണ്, പലതും ആവശ്യമായി വരുമല്ലോ. അപ്പോൾ സമുദ്രമധ്യത്തിലുള്ള ഈ ദ്വീപിൽ ഒരു വലിയ ജനസമൂഹത്തിന് പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഒക്കെ ജയിച്ച് ജീവിക്കാനുള്ളൊരു ഭൗതിക സംവിധാനത്തെ ഒരുക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ പരിപാടിയല്ല. അത്രയും വലിയ സന്നാഹങ്ങൾ ഒരുക്കി വളരെ ബൗദ്ധികമായ, അതായത് വളരെയധികം കാര്യക്ഷമമായ നിർമ്മാണങ്ങളൊക്കെ നടത്തിയ ആ ദ്വാരകയും ഇന്ന് ഭൂമുഖത്തില്ല, പേര് മാത്രം അവശേഷിക്കുന്നു. എന്നാൽ ആ ദ്വാരകാ ജീവിതത്തിൻ്റെ ആവശ്യവും പ്രാധാന്യവും പ്രൗഢിയും നമുക്ക് അറിയാൻ സഹായിക്കുന്ന രചനകൾ ഇന്നും ഭൂമിയിലുണ്ട്. ആര് രചിച്ചു? രാജാക്കന്മാരൊന്നും ഇത് എഴുതിയിട്ടില്ല. പ്രബല ഭരണാധികാരികളൊന്നും ലോകത്ത് എന്തെങ്കിലും ഒരു സംഭാവനയോ ഒരു സന്ദേശമോ ഒരു മൂല്യമോ ഒരു ആദർശമോ ഒരു തത്വചിന്തയോ നൽകിയതായി നമുക്കറിവില്ല. അവരുടെ അവസരവും അവർക്കുള്ള ആനുകൂല്യങ്ങളും അവരുടെ സൗഭാഗ്യങ്ങളും അവരുടെ ബന്ധങ്ങളും അവരുടെ പരിമിതമായ കാലത്ത് പലവിധത്തിലുള്ള നേട്ടങ്ങൾക്കും അവരുടെ വ്യക്തിയമായ അനുഭവങ്ങൾക്കും അവരുടെ ചുറ്റുപാടും അണിനിരുന്നവർക്കുള്ള ആനുകൂല്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തി എന്നതപ്പുറത്തേക്ക് വരും കാലത്തിലേക്ക് അവർക്കൊന്നും നീക്കിവെക്കാനായി സാധിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ അതും നാശോന്മുഖമാണ്. സമ്പത്ത് സ്വരുക്കൂട്ടി ഖജാനയിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു കാലഘട്ടം കഴിഞ്ഞാൽ അപഹരിക്കപ്പെടുകയോ അത് മണ്ണായി തീരുകയോ ചെയ്യും. ഇങ്ങനെ 2 വിധത്തിലല്ലാതെ നശിക്കുകയുള്ളൂ. ഒന്നുകിൽ മണ്ണായി തീരും, അല്ലെങ്കിൽ ആരെങ്കിലും അത് അപഹരിച്ചു കൊണ്ടുപോകും. ഇത്തരത്തിൽ നശിക്കാനും അപഹരിക്കാനും ഇടയുള്ള ഭൗതിക സംവിധാനങ്ങളെ സ്വരുക്കുന്നതിൽ മാത്രമാണ് എപ്പോഴും ഭരണാധികാരികൾ കൂടുതലായി ശ്രദ്ധിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഭരണാധികാരികളെ കൊണ്ട് പോലും സമൂഹത്തിൽ ധാർമ്മികവും മൂല്യാധിഷ്ഠിതവുമായ ജീവിതത്തിൻ്റെ ആവശ്യത്തെ സ്ഥാപിക്കാനുള്ള പ്രേരണയും നിർദ്ദേശവുമായി കൊട്ടാരത്തിൽ താമസിക്കാത്ത കുടീരത്തിൽ വസിക്കുന്ന മഹർഷിമാർ ശ്രമിച്ചിട്ടുണ്ട്. അതൊരുപാട് നമുക്ക് കാണാൻ സാധിക്കും, പല സന്ദർഭങ്ങളും കാണാൻ സാധിക്കും. ഇവിടെ ഭാഗവതം തന്നെ അതിനൊരു വലിയ ഉദാഹരണമാണല്ലോ. കൊട്ടാരത്തിൽ ജീവിക്കുന്ന പരീക്ഷിത്തും കുടീരത്തിൽ താമസിച്ച ശമീകനും ഒരു തുലനം, ഒരു താരതമ്യത്തിന് വേണ്ടിയാണ്. തൻ്റെ കഴുത്തിലൊരു ചത്തമാമ്പനെ പ്രതിഷേധ സൂചകമായ ഹാരമായി അണിയിച്ചിട്ട് പോലും ഒട്ടും ക്ഷോഭിക്കാത്ത, ഒരു പ്രതികാര മനോഭാവം ഉണരാത്ത, ഒരു തരത്തിലൊരു വിഷമം ഉണ്ടാകാത്ത, ഒരു നിരാശയോ ഒരു പശ്ചാത്താപമോ ഒരു അസ്വസ്ഥതയോ ജനിക്കാത്ത മനസ്കനായിരുന്നു ശമീകൻ. ഇപ്പം ഭരണാധികാരിക്ക് അത് തോന്നില്ല. അത് എക്കാലമുള്ള ഭരണാധികാരികളുടെ കുറവാണ്. രാജാക്കന്മാർക്കാകട്ടെ പിൽക്കാല ഭരണാധികാരികൾക്കാകട്ടെ ഇതുപോലെ മനസ്സംയമനത്തോടുകൂടി വിവേക ബുദ്ധിയോടുകൂടി എല്ലായ്പ്പോഴും വർത്തിക്കാൻ സാധിക്കില്ല. സദാപി എന്നാണ് പറയണത്. അതാണ് ഭാരതത്തിലെ തപസ്വികളുടെ പ്രത്യേകത. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടതെന്ന് മകനെ പറഞ്ഞു പഠിപ്പിക്കുന്ന, മകനെ ബോധ്യപ്പെടുത്തുന്ന ഉത്തമനായ ഒരു പിതാവിനെയും വ്യാസതൂലിക തന്നെ ഈ ശമീകനിൽ ചായം ചാലിച്ച് അവതരിപ്പിച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായി പറഞ്ഞു വയ്ക്കട്ടെ, ഓരോ കാലഘട്ടത്തിനും അനുയോജ്യമായ ആവശ്യമായ മൂല്യങ്ങളെ നിർമ്മിക്കേണ്ടതുണ്ട്.
അപ്പോൾ അതിന് മുൻകാലങ്ങളിൽ നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ അവർ രൂപപ്പെടുത്തിയതോ അവർ പരിപാലിച്ചിരുന്നതോ അവർക്ക് കൈമാറി കിട്ടിയിരുന്നതോ അവർ തന്നെ സ്വയം നിർമ്മിച്ചതോ ആയ മൂല്യങ്ങളിൽ നിന്ന് പുതിയൊരു കാലഘട്ടത്തിന് ചേർന്ന വിധത്തിലേക്ക് അവയെ പരിഷ്കരിക്കാനും പുനഃക്രമീകരിക്കാനും നമ്മൾ തയ്യാറായേ മതിയാകൂ എന്നൊരു ആഹ്വാനം ഈ പറഞ്ഞ ഗോവർദ്ധനോദ്ധാരണത്തിൽ നമുക്ക് അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് നിലവിലുള്ള ഒരു സംവിധാനത്തെ, ഒരു സിസ്റ്റത്തെ നശിപ്പിക്കുകയല്ല ചെയ്തത്, അതിനേക്കാൾ മികച്ചത്, അതിനേക്കാൾ കൂടുതൽ ആരോഗ്യകരമായത്, അതിനേക്കാൾ ഉത്തമമായത്, എന്നാൽ അതിൻ്റെ പിന്നിലുള്ള ആത്മീയമായ വശത്തെ ഉൾക്കൊള്ളുന്നതായ ഒരു പദ്ധതിക്കാണ് അവിടെ ഭഗവാൻ രൂപം നൽകിയതും അതിനെ അവിടെ അതിനെ ആവിഷ്കരിച്ചതും. അങ്ങനെ ആവിഷ്കരിക്കുമ്പോൾ അതിനൊരു സമൂഹത്തിൻ്റെ പിന്തുണയുണ്ടാകണം. അവിടെ വരുമ്പോഴാണല്ലോ ഈ ഉരസലുണ്ടാകണത്. സംഘർഷങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉടലെടുക്കുന്നത് അവിടെയാണ്. അതിന് എത്ര തന്മയതയോടുകൂടിയാണ് ഭഗവാൻ അത് കൈകാര്യം ചെയ്തതെന്ന് നോക്കൂ. പുതിയൊരു കാര്യം അവതരിപ്പിച്ച് നടപ്പിലാക്കാൻ വളരെ ചെറുപ്പത്തിൽ പുറപ്പെട്ട ഭഗവാന്റെ മുമ്പിൽ ഉണ്ടായ വെല്ലുവിളിയെ ആ ലഭിച്ച സന്ദർഭത്തെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അത് സ്ഥാപിച്ചെടുത്തു. ഇന്ദ്രന് വേണ്ടി നടത്തിയിരുന്ന ഈ ഗോവർദ്ധനയാഗത്തെ അവസാനിപ്പിക്കാനായി നിർദ്ദേശിച്ച സമയത്ത് എന്തിന് നമ്മൾ ഈ നേരിട്ട് വരാത്ത ഇന്ദ്രന് വേണ്ടി ഇത്രയധികം വിഭവങ്ങൾ നശിപ്പിക്കണം? നമുക്ക് ഇന്നും കാണാമല്ലോ ഈ ആരാധനയുടെയും പൂജാനുഷ്ഠാനങ്ങളുടെയും പേരിൽ നടത്തുന്ന ഈ അമിതമായ ദുർവ്യയം. നമ്മൾ അനുഭവിക്കേണ്ട, നമ്മുടെ പിൻഗാമികൾ അനുഭവിക്കേണ്ട എത്രയോ പലതരത്തിലുള്ള പ്രകൃതി വിഭവങ്ങളാണ് ഉപയോഗശൂന്യമാക്കി കളയുന്നത്, ദുർവിനിയോഗം ചെയ്യണത്. ആ വിനിയോഗത്തിനെതിരെ വളരെ ചെറുപ്പത്തിൽ തന്നെ വിരൽ ചൂണ്ടിയവനാണ് ഭഗവാൻ. വളരെ ചെറുപ്പത്തിൽ തന്നെ താൻ ജീവിച്ചിരിക്കുന്ന സമൂഹത്തിലുള്ള ഒരു കീഴ്വഴക്കം, ഒരു പൊതുസമ്പ്രദായം, അതും വൈദിക വിധിയുടെ പിൻബലമുള്ള ഒരു പദ്ധതിയെ വിരൽ ചൂണ്ടി അതല്ല നമുക്ക് ആവശ്യം, അതല്ല ഇനി നമ്മൾ തുടരേണ്ടത് എന്ന് വളരെ ശക്തമായി അവർക്ക് വേണ്ട അറിവ് നൽകി അതിനുവേണ്ട ഒരു പ്ലാറ്റ്ഫോം, ഒരു പശ്ചാത്തലം ഒരുക്കുന്നതിൽ ഭഗവാൻ ജാഗ്രത പുലർത്തി. അതാണ് ഉണ്ടായത്. ഇപ്പം കണ്ടില്ലേ 10,008 നാളികേരത്തിൻ്റെ ഗണപതി ഹോമം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം 10,008, ചിലപ്പോൾ അതും കൂടും. അപ്പോൾ ഈ 8 നാളികേരം കൊണ്ട് ഗണപതി ഹോമം നടത്തിയാൽ ഗണപതിക്ക് ദഹിക്കില്ലേ, വിശപ്പടങ്ങില്ലേ? അപ്പോൾ ഈ 10,008 നാളികേരത്തിൽ 8 നിങ്ങൾ ഗണപതി ഹോമം നടത്തണമെന്ന് നമ്മൾ അഭിപ്രായപ്പെടുന്നത്, നടത്തരുതെന്നല്ല പറയണത്. ഗണപതി ഹോമം നടക്കണം, വേദസൂക്തങ്ങളൊക്കെ ജപിക്കണം, മംഗളകരമായ ഒരു അന്തരീക്ഷം നിലനിർത്തണം, ഇതെല്ലാം ആവശ്യമാണ്. അതിനെന്തിനാ ഈ ധൂർത്ത്? ഈ 10,000 നാളികേരം ഉടച്ചുണക്കി അതിനെ ആട്ടിയാൽ വെളിച്ചെണ്ണ കിട്ടില്ല. അത്രയും അതിൻ്റെ പിണ്ണാക്ക് പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കാമല്ലോ. അതിൻ്റെ ചിരട്ടയാണെങ്കിൽ എത്രയോ ദിവസത്തേക്ക് അഗ്നി ജ്വലിപ്പിക്കാം. അപ്പോൾ ഒരു പൂജ എന്ന ഒരു പദ്ധതിയെ അല്ലെങ്കിൽ ആരാധനാ സമ്പ്രദായത്തെ മോശമാക്കി ചിത്രീകരിച്ച് നശിപ്പിക്കുക, ഇല്ലാതാക്കുക അല്ല വേണ്ടത്. അതിലുള്ള ഈ അമിതമായ ആവശ്യത്തിലധികമുള്ള പ്രാധാന്യവും അതിലുള്ള ഇടപെടലും നിയന്ത്രിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടതെന്ന് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഗോവർദ്ധനത്തെ പൂജിക്കൂ, നിങ്ങൾ കൊണ്ടുവന്ന വിഭവങ്ങളെല്ലാം ഗോവർദ്ധനത്തെ സമർപ്പിക്കൂ, ഗോവർദ്ധനത്തെ അലങ്കരിക്കൂ. അങ്ങനെ ഗോവർദ്ധനത്തെ വളരെ ഭംഗിയായി അലങ്കരിക്കാനുള്ള ദിവസം നിശ്ചയിച്ചു. ഗോപന്മാരെല്ലാം ആ ഒരു ദൗത്യം ഏറ്റെടുത്തു, അവരിതിനെ സമ്മതിച്ചു. ഭഗവാൻ ഇത് പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ നോക്കൂ, ഈ ആകാശത്തു നിന്ന് പൊഴിയുന്ന മഴ അല്ലെങ്കിൽ വെള്ളത്തുള്ളികൾ നമുക്ക് മാത്രമല്ലല്ലോ, ഇവിടെ പക്ഷികൾക്കുണ്ട്, മൃഗങ്ങൾക്കുണ്ട്, പുൽക്കൊടികൾക്കുണ്ട്, വലിയ വൃക്ഷങ്ങൾക്കുണ്ട്. എന്തിന് ഈ കാളിന്തി പോലും വറ്റി വരണ്ട് പോകാതിരിക്കാൻ മഴയില്ലാതായാൽ മഴ കൂടിയേ പറ്റൂ. അപ്പം നമ്മൾ മാത്രം യാഗം ചെയ്തുണ്ടാകുന്ന മഴയാണെങ്കിൽ അത് നമുക്ക് മാത്രമേ ലഭിക്കാവൂ. ചെയ്യുന്നവർക്കാണല്ലോ അതിൻ്റെ ഫലം ഉണ്ടാകേണ്ടത്, കർമ്മം ചെയ്യുന്നവർക്കല്ലേ അതിൻ്റെ ഫലം ലഭിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ മഴയുണ്ടാകണമെന്ന പ്രതീക്ഷയോടുകൂടി ദേവേന്ദ്രനെ പ്രീതിപ്പെടുത്താൻ ചെയ്യുന്ന ഈ ഹോമത്തിൻ്റെ യാഗത്തിൻ്റെ ഫലം നമുക്ക് മാത്രമായിട്ട് ദേവേന്ദ്രൻ നൽകണം. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പറ്റില്ല. അപ്പോൾ ദേവേന്ദ്രനെ നമുക്ക് മാത്രമായിട്ട് ഈ യാഗത്തിൽ പങ്കെടുത്തവർക്ക് മാത്രമായി മഴയിരിക്കട്ടെ എന്ന് പറഞ്ഞ് മഴ നൽകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു മഴയുണ്ടോ ലോകത്ത്? ഒരിക്കലുമില്ല, ഇനി ഉണ്ടാകാനും പോണില്ല. അപ്പം മഴ പെയ്യുമ്പോൾ അത് പ്രകൃതിയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കും. അങ്ങനെ ഒരുപോലെ ലഭിക്കുന്ന ഈ മഴയ്ക്ക് വേണ്ടി മറ്റ് മൃഗങ്ങളോ പക്ഷികളോ വൃക്ഷങ്ങളോ ഒന്നും തന്നെ പുറപ്പെട്ടിട്ടില്ല. അപ്പം നമ്മൾ മാത്രം ഇതിന് പുറപ്പെടേണ്ട കാര്യം എന്താ? ഈ മഴ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആകാശത്തുകൂടി പറന്നു പോകുന്ന കാർമേഘങ്ങൾ വലിയ വൃക്ഷങ്ങളോ വലിയ മലനിരകളോ തടുത്തു നിർത്തി അതിലെ ജലഗണങ്ങളെല്ലാം കൂടുതൽ കണ്ടൻസേഷന്, ഘനീകരണത്തിന് വിധേയമായി ഭൂഗുരുത്വാകർഷണൻ്റെ ശക്തിയിൽ താഴേക്ക് പതിക്കുന്നതിനാണല്ലോ ഈ മഴ എന്ന് പറയണത്. അങ്ങനെ മഴ സ്വാഭാവികമായി ഉണ്ടാകും. നമ്മളിവിടെ മഴയില്ല എന്ന് പറയുമ്പോൾ ഭൂതലത്തിൽ വേറെ സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടം പോലെ മഴ ഉണ്ടാകുന്നുണ്ട്. മഴ എല്ലാ കാലത്തും ഉണ്ടാകുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മരം വെച്ച് പിടിപ്പിക്കുന്നതല്ല മഴയ്ക്കുള്ള പരിഹാരം. മഴയുള്ളിടത്ത് മരം വളരും, അത് സ്വാഭാവികമായ ഒരു രീതിയാണ്. അന്ന് കരുതി പ്രകൃതിയെ നശിപ്പിക്കണം, മരം വെട്ടിക്കളയണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ പിന്നിൽ. മഴയുള്ളിടത്ത് മരം ഉണ്ടാകും, സസ്യങ്ങളൊക്കെ ധാരാളം വളരും.
ഒരു കാലഘട്ടം മാറുമ്പോൾ വേറൊരു ഭൂപ്രദേശത്തായിരിക്കും മഴയുടെ പതനമുണ്ടാകുക. അവിടെ ഒരു ഭാഗത്ത് മഴയില്ലാത്തതുകൊണ്ട് വൃക്ഷങ്ങളെല്ലാം ഉണങ്ങിക്കരിഞ്ഞ് അവിടെയുള്ള ജീവികളെല്ലാം മണ്ണിനടിയിൽപ്പെട്ട് അടുത്ത ഒരു കാലഘട്ടം വരുമ്പോൾ പുതിയൊരു ലോകത്തിന് ഇന്ധനമായി അത് മാറും. ഇതൊക്കെ പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രക്രിയകളാണ്. അതിനെ അങ്ങനെ തന്നെ കാണുക. അപ്പം നമ്മൾ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയ്ക്ക് മങ്ങലേൽക്കാതെ മുറിവേൽക്കാതെ അതിൻ്റെ താളം നഷ്ടപ്പെട്ടാതെ ജീവിക്കാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അതായത് ഒറ്റ ഭാഷയിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മര്യാദയ്ക്ക് ജീവിക്കാൻ പഠിക്കുക എന്നതാണ് സുപ്രധാനം. മോക്ഷമൊക്കെ പിന്നെ മതി. ഇപ്പോൾ തൽക്കാലം മോക്ഷത്തിനൊന്നും പോകണ്ട, അത് നിൽക്കട്ടെ. മോക്ഷം ഒരു പ്രതീക്ഷ മാത്രമാണ്, ഒരു വാഗ്ദാനം മാത്രമാണ് ഈ മോക്ഷം എന്ന് പറയുന്നത്. ആ മോക്ഷത്തെ മുൻനിർത്തിക്കൊണ്ട് എന്തെല്ലാം ഇടപാടുകൾ. അപ്പോൾ മോക്ഷം ഗുളിക രൂപത്തിൽ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഓടും. പിന്നെന്താ, ഈ ടെലിവിഷൻ ചാനലുകളൊക്കെ എന്തെല്ലാം പരിപാടികളാണ്, പരസ്യങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു കമ്പനി മോക്ഷം ഗുളിക രൂപത്തിൽ നൽകുന്നു. മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന 1001 പേർക്ക് മാത്രമേ അത് ലഭിക്കൂ എന്നുകൂടി പരസ്യം ചെയ്താൽ നമ്മൾ എപ്പോഴും ഇവിടെ ഇരുന്നാൽ തന്നെ ഓടും. പുറത്തൊരു അനൗൺസ്മെൻറ്റ് കേട്ടാൽ മതി, ഇവിടെ നമ്മളപ്പം പായും. സത്രവും പ്രഭാഷണമൊക്കെ അവിടെ നിൽക്കട്ടെ. മോക്ഷം ടാബ്ലറ്റിൻ്റെ രൂപത്തിൽ കിട്ടുമ്പോൾ പറഞ്ഞാൽ ആൾക്കാർ ഇപ്പോഴും ഓടാൻ തയ്യാറാണ്. നോക്കൂ, ധന ആകർഷണ ഭൈരവ യന്ത്രം അത് വീട്ടിൽ സ്ഥാപിച്ചപ്പോൾ ഐശ്വര്യം ഇങ്ങനെ കുമിഞ്ഞുകൂടി. ആരുടെ? അതുണ്ടാക്കിയവരുടെ വീട്ടിൽ, നമ്മുടെ അല്ല. ഇതുണ്ടാക്കി വിതരണം ചെയ്ത ആൾക്കാരുണ്ടല്ലോ, ഒരു കൂട്ടർ കമ്പനി, അവരുടെ വീട്ടിൽ സമ്പത്ത് ഇങ്ങനെ കുമിഞ്ഞുകൂടി ഐശ്വര്യം വർദ്ധിച്ചു. ഇതെല്ലാം മേടിച്ച് അവിടെ കൊണ്ടുവച്ച് തുരുമ്പെടുത്തെടുത്ത് വലിച്ചെറിഞ്ഞു എന്നല്ലാതെ ഒരൈശ്വര്യം നമ്മുടെ ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നമ്മളതിനനുസരിച്ച് ജീവിക്കണം. ഈ വീട്ടിലുള്ളവരാണ് ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന ലേബൽ ഓരോരുത്തരുടെയും വീട്ടിൻ്റെ ഉമ്മറപ്പടിയിൽ ഉണ്ടാകണം. ഈ വീട്ടിലുള്ളവരാണ് ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന ഒരു ലേബലാണ് നമുക്ക് ആവശ്യം. അപ്പം അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ആ സമൂഹത്തിൻ്റെ പിന്തുണയ്ക്ക് വേണ്ടി അവരെയും കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിച്ചു. ഇതാണ് ഇതിൻ്റെ പിന്നിൽ. അതുകൊണ്ട് നമുക്ക് നിങ്ങളെല്ലാവരും ഈ അധ്വാനിച്ചുണ്ടാക്കുന്ന കാർഷിക വിഭവങ്ങൾ, ഒരു ഉത്സവം, അത് പരസ്പരം കൈമാറണം, സന്തോഷം പങ്കിടണം, ഒത്തുകൂടണം, ആഹ്ലാദം വേണം. ഇതെല്ലാം ആവശ്യമാണല്ലോ. അതിനൊന്നും, ആ ഉത്സവത്തിനൊന്നും ഭഗവാൻ നിഷേധിക്കുകയോ എതിർക്കുകയോ ചെയ്തില്ല. അതിന് മനോഹരമായ ഒരു അന്തരീക്ഷം, ഒരു വേദി ഒരുക്കി കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ ഗോവർദ്ധനത്തെ പൂജിക്കുന്ന ഒരു ദിവസമായി അത് മാറ്റി. അവിടെ യാഗശാലയില്ല, ഹോമകുണ്ഡമില്ല, വേദമന്ത്രം ചൊല്ലിയില്ല, അഗ്നി ജ്വലിപ്പിച്ച് ഇതെല്ലാം കൊട്ടയിൽ ചുമന്ന് സ്വാഹ പറഞ്ഞ് ഹോമകുണ്ഡത്തിലേക്ക് സമർപ്പിച്ച് ചാരമാക്കിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കൊണ്ടുവരാനുണ്ടോ അതെല്ലാം കൊണ്ടുവരൂ. എത്രത്തോളമാകട്ടെ, പാകം ചെയ്തതും അല്ലാത്തതും പഴവർഗ്ഗങ്ങളും എന്തും നിങ്ങൾ കൊണ്ടുവരൂ. ആഘോഷത്തോടുകൂടി സന്തോഷത്തോടുകൂടി കൊണ്ടുവരൂ. അതാണല്ലോ ഈ ഭക്തി എന്ന് പറയണത്. അതെല്ലാം നിർദ്ദേശിക്കപ്പെട്ട ദിവസം കൊണ്ടുവന്നു ഗോവർദ്ധന ചുവട്ടിൽ സമർപ്പിച്ചു. അങ്ങനെ സമർപ്പണം എന്ന പുതിയ ഒരു പദ്ധതിയിലേക്ക്, ഹോമകുണ്ഡത്തിലേക്ക് ആഹൂതിയായി നൽകുന്നതിൽ നിന്ന് സമർപ്പണം എന്ന ഒരു പുതിയ ഒരു തലത്തിലേക്ക് മനുഷ്യൻ്റെ ആരാധനാ സംവിധാനത്തെയും രീതികളെയും പുനർക്രമീകരിക്കാൻ, നിലവിലുള്ളതിന് പുതിയൊരു രൂപവും ഭാവവും മാനവും നൽകാൻ ഭഗവാന് സാധിച്ചു. ഇതൊക്കെ ഭഗവാന്റെ ജീവിതത്തെ പഠിക്കുമ്പോൾ എക്കാലവും ഏതൊരു കാലഘട്ടത്തിലും മനുഷ്യ മനസ്സ് ഇത്തരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. സാമൂഹിക ജീവിതത്തിൽ ഇത്തരം ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. അതിന് അധികാരത്തിൻ്റെ കൈകൾ ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് ബോധ്യമാകും. ഇതെല്ലാം അദ്ദേഹം സാധിച്ചെടുത്തത് തൻ്റെ സ്വാധീനം, തൻ്റെ ജനങ്ങളോടുള്ള ആ ഒരു ബന്ധം, അതിലുള്ള ഒരു അധികാരഭാവം, അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വ ബോധം, ഉറച്ച ആർജവം, ഇതെല്ലാം ഭഗവാനിലുണ്ട്. അപ്പോൾ ഭഗവത് ഉപാസകരാകുക, ഭഗവത് ആരാധകരാകുക, ഭഗവത് ഭക്തന്മാരാകുക എന്ന് പറയുമ്പോൾ ഇത്തരം വിശിഷ്ട ഗുണങ്ങൾ ഓരോ വ്യക്തിയിലും ഉണർന്ന് അത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി ഉറച്ചു നിൽക്കണം. അതാണ് ഈ ഉപാസന എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ദേവതയെ ഉപാസിക്കുക എന്ന് പറയുമ്പോൾ ആ ദേവതയിൽ ആരോപിച്ചിട്ടുള്ള ഗുണമൂല്യ സവിശേഷതകൾ ആ ഉപാസകയിൽ ക്രമേണ തെളിഞ്ഞ് പ്രകടമായി വരണം. അപ്പോൾ കൃഷ്ണനെ ഉപാസിക്കും. നമ്മളെങ്ങനെ വിചാരിക്കുക കൃഷ്ണനെ? 2 കാലിങ്ങനെ ആദ്യം കണ്ടു സ്വാമിജി, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കാല് മാഞ്ഞു പോയി, എന്താ ചെയ്യുക? അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടി കണ്ണടച്ചപ്പോൾ ഒരു കോട്ടുവായ വന്നു. കോട്ടുവായൊക്കെ കഴിഞ്ഞ് വീണ്ടും കണ്ണടച്ചപ്പോൾ വനമാല ഇങ്ങനെ കണ്ടു. അത് കഴിഞ്ഞ് പീലിത്തിരുമ്പി കണ്ടു, മുഖം കണ്ടു. അത് കഴിഞ്ഞ് നിർത്തിപ്പോയിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. തീർന്നു ധ്യാനം, ഉപാസന തീർന്നു. ഇങ്ങനെ കണ്ണടച്ചിരുന്ന് ഈ ശിവകാശിയിൽ നിന്ന് അച്ചടിച്ച് കിട്ടിയ ചിത്രത്തെ ഇങ്ങനെ ഓർത്തിരിക്കുന്നതാണ് ഭഗവത് ഉപാസന. 250 രൂപ കൊടുത്തപ്പോൾ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൃഷ്ണനെ കിട്ടി. അത് മേടിച്ച് അതിങ്ങനെ. ഇവിടെയാണ് ഉദ്ധവനെ പറയുന്നത്. ഇത്രയും കാലം സന്തത സഹചര്യായി ഭഗവാനോടൊപ്പം ജീവിച്ച് അദ്ദേഹം മനസ്സിലാക്കിയത് ഒരു വൈകാരികമായ ഭാവത്തിൽ വിതിനോട് പങ്കുവയ്ക്കുമ്പോൾ നമ്മളത് അതേപോലെ അങ്ങ് കാണാതെ പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതാൻ ഛർദ്ദിക്കുന്നത് പോലെ ആയിപ്പോകരുത്. അങ്ങനെ പഠിച്ചാൽ ഇത് അർത്ഥം എല്ലാവർക്കും പുസ്തകം കിട്ടില്ലേ വായിക്കാൻ? അത് പഠിച്ച് കാണാതെ പഠിച്ച പോരെ. അപ്പോൾ ഇതിലൂടെ
വ്യാസമഹർഷി ഉദ്ധവനിലൂടെയും ഈ വിതിനിലൂടെയും അവരുടെ സംഭാഷണത്തിലൂടെ അവതരിപ്പിക്കുന്നതിന് പുതിയ ലോകത്തിൻ്റെ മാനങ്ങളും പുതിയ കാലത്തിൻ്റെ തലങ്ങളും ചേർത്ത് വയ്ക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ പരിശ്രമങ്ങളുണ്ടല്ലോ, ഈ ശ്രമം ഇത് പാഴ്വേലയായി മാറും. ഇതിനുപയോഗിക്കുന്ന പണവും ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന സമയവും ഇതിനു വേണ്ടി നാം വിനിയോഗിക്കുന്ന നമ്മുടെ ഊർജവും വൃഥാവിലാകും. അങ്ങനെയാകരുത്. അപ്പോൾ അതിന് നമ്മുടെ മനസ്സിനൊരു ദൃഢത, ഒരു ഉറപ്പ് വേണം. ബുദ്ധിക്ക് അതിനുള്ള വേണ്ട ഒരു കരുത്തുണ്ടാകണം. ഈ രണ്ടും, മനസ്സിന് ബലവും ബുദ്ധിക്ക് ഉറപ്പും വരുത്തുന്നതിന് എന്താ വഴി? ഒന്ന് മാത്രമേ ഉള്ളൂ: കാര്യങ്ങളെ സുവ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുള്ള തയ്യാറ് നമ്മുടെ ഉള്ളിലുണ്ടാകുക. ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമം ച ലഭത്തെ പുരുഷോ യഥാവൈ അജ്ഞാന ഹേതുകൃത മോഹമദാന്ധകാരനാശം വിധായ ഹി തദോദയതേ വിവേക. ഈ ഒരു വിശേഷമായ ഉണർവ് ഉണ്ടാകുന്നവരിൽ സ്വാഭാവികമായി ഈ പരിഷ്കരണം, ഈ പരിവർത്തനം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതന. അതുകൊണ്ട് സജ്ജനങ്ങളുമായി, മഹാത്മാക്കളുമായി സമ്പർക്കം പുലർത്താൻ, അവരുടെ ലോകക്ഷേമകരങ്ങളായ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കി ചേരാൻ നമുക്ക് അവസരമുണ്ടായാൽ അത് നമ്മിൽ വലിയ പരിവർത്തനത്തിൻ്റെ സാധ്യതകളെ തുറന്നു വയ്ക്കും. ആ വ്യക്തിയെ അതേപോലെ അനുകരിക്കാനും ആ വ്യക്തിയെ നമ്മുടെ ജീവിതത്തിൽ അടുപ്പിച്ചു നിർത്താനും ഉള്ള ഒരു പാഴ്വേലയ്ക്ക് അപ്പുറത്തേക്ക് വ്യക്തിയമായ ഒരു ഉണർവിനും ഉയർച്ചയ്ക്കും അത് നമുക്ക് വഴിയൊരുക്കും. ഇതെങ്ങനെ സാധിക്കുന്നു? ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന. അനവധി ജന്മങ്ങളിൽ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഭാഗമായി ആർജിക്കുന്ന ഈ ഒരു സാത്വികമായ സംസ്കാരം നമുക്ക് മഹജ്ജനങ്ങളുമായുള്ള സംഗമത്തിനും സമ്പർക്കത്തിനും വഴിയൊരുക്കി തരും. ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മിൽ സ്വാഭാവികമായ അതെപ്പോഴും ഓർത്തു വയ്ക്കേണ്ടത്, സ്വാഭാവികമായ ഒരു പരിവർത്തനത്തെ സൃഷ്ടിക്കും. അസ്വാഭാവികമായ പരിവർത്തനം എന്താ സൃഷ്ടിക്കും? കൃത്രിമമായ പ്രകടനങ്ങൾക്ക്, അതായത് അഭിനയങ്ങൾക്ക് വഴിയൊരുക്കുമെന്നല്ലാതെ സ്വാഭാവികമായ പരിവർത്തനം ഒരാളിലും കൃത്രിമമായ ഒരു പ്രകടനം, ഒരു അഭിനയം നിർമ്മിക്കില്ല. സ്വാഭാവികമായത് മാറിക്കൊണ്ടേയിരിക്കും. ആ മാറ്റത്തിന് പറയുന്നത് പേരാണ് അധ്യാത്മമായ വളർച്ച, അധ്യാത്മമായ വികാസം, അധ്യാത്മമായ പരിണാമം. അതായത് ശരീരം ഇങ്ങനെ പഴകില്ലേ, എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ മനസ്സൊരിക്കലും പഴകരുത്, ബുദ്ധി ഒരിക്കലും പഴകി തുരുമ്പ് പിടിക്കരുത്. ശരീരം പഴകാതിരിക്കില്ല. എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചാലും, എന്തെല്ലാം പരിപാടികൾ ഏർപ്പെടുത്തിയാലും ഇതിന് കാലാനുസൃതമായ ഒരു പരിണാമവും ഒരു പരിവർത്തനവും പരിപൂർണമായ നാശവും ഒരാൾക്കും തള്ളിക്കാൻ സാധ്യമല്ല. അതുപോലെ ഇപ്പോൾ കൃഷ്ണൻ നോക്കൂ, ഭഗവാന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? ശ്രീരാമൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചു? അവരും മനുഷ്യരെ പോലെ ജീവിച്ച് ഈ ലോകത്ത് മൺമറഞ്ഞു പോയി. പക്ഷേ അവർ ലോകത്തിന് നൽകിയ മൂല്യങ്ങളും ചിന്തകളും മാതൃകകളും ഇന്നും സജീവമായി നിലനിൽക്കുന്നു. അപ്പോൾ അവയെ സ്വാംശീകരിച്ച് അതിന് സമാനമായ ഒരു വ്യക്തിത്വ നിർമ്മിതിക്ക് നമ്മൾ തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അധ്യാത്മ ജീവിതം അല്ലെങ്കിൽ ഒരു സാധകൻ എന്ന നിലയിലേക്ക് നമ്മൾ പരിവർത്തനപ്പെടുന്നത്. ആ പരിവർത്തനത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മെ നമ്മുടെ നിലവിലുള്ള സാഹചര്യങ്ങളും നിലവിലുള്ള പരിശീലന ക്രമങ്ങളും സഹായിക്കുന്നില്ല എങ്കിൽ ഇത് പാഴ്വേലയായിരിക്കും. അങ്ങനെയാകരുത്. അങ്ങനെ പാഴ്വേലയായി തീരാതെ ചെയ്യുന്നത് വർത്താകാൻ, അത് അന്വർത്ഥമാകാനുള്ള ഒരു പ്രോത്സാഹനവും പ്രചോദനവും നിരന്തരം നമ്മൾ നൽകിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒന്നിനോടും കടുംപിടുത്തവും വെല്ലുവിളിയും എതിർപ്പും വെറുപ്പുമായി പോകുന്നതല്ല, മറിച്ച് അനുകൂലമായ ഒരു മനോഭാവത്തെ എല്ലാ സാഹചര്യങ്ങളോടും പുലർത്താൻ നമ്മൾ സ്വയം പാകപ്പെടുകയും സജ്ജരാകുകയും ആണ് വേണ്ടത് എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ ഉണരേണ്ടതുണ്ട്, അവിടെ ഉയരേണ്ടതുണ്ട്. ഭഗവാന്റെ ദിവ്യമായ ജീവിതത്തെയൊക്കെ വർണ്ണിച്ച് കേട്ട് വിതുരനാകട്ടെ ഇതെല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്നു. ഭഗവാന്റെ ദിവ്യമംഗള ജീവിതത്തെ വർണ്ണിക്കുന്നത് കേട്ട് ചെവി കൂർപ്പിച്ചിരുന്നു ഭഗവാൻ. വിതുരനെല്ലാം കേട്ട് അവസാനം ഭഗവാന്റെ തിരോധാന വൃത്താന്തവും വർണ്ണിച്ച് കേൾപ്പിച്ചു. ഇതിലൊക്കെ നമ്മളിത് വായിച്ചു പോകുമ്പോൾ കാണാം, ഇതിലെല്ലാം ഏർപ്പെടുമ്പോഴും, എല്ലാ ഭൗതിക വ്യവഹാരങ്ങളിലും ഏർപ്പെടുമ്പോഴും ഭരണാധികാരിയായി, ഭർത്താവായി, അച്ഛനായി, മകനായി, സുഹൃത്തായി, ശിഷ്യനായി, എല്ലാ ശത്രുവായിട്ടൊക്കെ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ശത്രുവിനെ കിട്ടണമെങ്കിലും വേണം. നോക്കൂ, രാവണനൊക്കെ അവരുടെയൊക്കെ ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കൂ. രാവണന് കിട്ടിയ ശത്രു രാമനാണ്, കംസന് കിട്ടിയ ശത്രു കൃഷ്ണനാണ്. നമ്മുടെ ശത്രുവൊക്കെ നോക്കൂ, നല്ല ശത്രുവിനെ കിട്ടണമെങ്കിലും വേണം അതിനൊരു യോഗ്യത. നമ്മളൊക്കെ വില കുറഞ്ഞ് ഈ ഒരു വിലയില്ലാത്ത ആൾക്കാരാണ് നമ്മുടെ ശത്രുക്കൾ. രാവണന് കിട്ടിയ ശത്രുവിനെ കൊണ്ട് അദ്ദേഹത്തിന് മോക്ഷം കിട്ടി, രാവണന് മോക്ഷം കിട്ടി. കംസൻ്റെ ശത്രുവിനെ കൊണ്ട് കംസന് മോക്ഷം കിട്ടി. നമ്മുടെ ശത്രുവിനെ കൊണ്ട് നമുക്ക് ഉപദ്രവം എന്നല്ലാണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ നല്ല ശത്രുക്കളെ കിട്ടണമെങ്കിലും വേണം ഒരു ക്വാളിഫിക്കേഷൻ, യോഗ്യത. അവരൊക്കെ കേമന്മാരായിരുന്നു, നല്ല യോഗ്യന്മാരായിരുന്നു രാവണനും കംസനും ടീമുമല്ല.
നമ്മൾ ആവശ്യമില്ലാത്ത ഒരു കഥയില്ലാത്ത കുറേ ശത്രുക്കളെയും നിർത്തി ശത്രുസംഹാര പുഷ്പാഞ്ജലിയുമായിട്ട് ഇങ്ങനെ കെട്ടിപ്പിണഞ്ഞ് നടക്കും. അപ്പം മോക്ഷത്തിന് സഹായിക്കുന്ന, മുക്തിക്ക് നമ്മളെ പ്രാപ്തരാക്കുന്ന ശത്രുക്കളാണ്. അപ്പം ശത്രുക്കളും വാസ്തവത്തിൽ ഈ ലോകത്ത് വേണ്ടതാണ്, ശത്രുക്കൾ നമുക്ക് ആവശ്യമാണ് എന്നിരിക്കട്ടെ. അപ്പോൾ ഇതെല്ലാം കേട്ട് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതുണ്ട്. എല്ലാം കേട്ടതിന് ശേഷം പറഞ്ഞ രണ്ടുപേർക്കും ഭരണകാര്യങ്ങൾ നല്ല സാമർഥ്യവും നല്ല പരിചയ സമ്പത്തുമുണ്ട്. ഹസ്തിനാപുരത്തിലെ ഔദ്യോഗിക കാര്യങ്ങളെല്ലാം വളരെയധികം ഏർപ്പെട്ടവനായിരുന്നു വിതുരൻ. പല സന്ദർഭങ്ങളിലും ഈ ദുര്യോധനൻ്റെയും കൂട്ടുകാരുടെയും സഹോദരന്മാരുടെയും അതിൽ നിസ്സഹായനായ ധൃതരാഷ്ട്രയുടെയും രീതികളൊന്നും ഒരു ഉത്തമ ഭരണ രീതിക്ക് ചേർന്നതായിരുന്നില്ല. അതിനെല്ലാം ചൂണ്ടിക്കാണിച്ചു. തെറ്റുതിരുത്താൻ പലതരത്തിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകി വളരെ ശക്തമായ ഭാഷയിൽ ദുര്യോധൻ്റെ ദുഷ്പ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. ആര്? ഈ വിതുരൻ. ധൃതരാഷ്ട്രോടാ പറഞ്ഞു കേൾപ്പിച്ചത്. പോക്ക് ശരിയല്ല, നിരുപദ്രവകാരികളാണ്, ധർമ്മസ്നേഹികളാണ്, സമാധാനപ്രിയരാണ് പാണ്ഡവർ. അവരെ കൊണ്ടൊരിക്കലും ഈ നാടിനോ ഈ കുലത്തിനോ ദ്രോഹമുണ്ടാകുകയില്ല. അവരെ വളരെ ചെറുപ്പം മുതലേ അവരെയെന്ന് മാത്രം ഇരു കൂട്ടരെയും അറിയാം. പക്ഷേ അവർ വളർന്നു വരുന്നതിനനുസരിച്ച് അവരിൽ ചില വ്യക്തിത്വ നിർമ്മിതികളൊക്കെ നടക്കുന്ന സമയത്ത് ദുര്യോധനിലും കൂട്ടിലും കൊണ്ടത് മുഴുവൻ ദുഷിച്ചതായിരുന്നു. അതാണ് തകരാറ്. അതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവർ വളരെ സ്നേഹത്തോടും സൗഹൃദത്തോടും കഴിഞ്ഞിരുന്നതാണ്. മെല്ലെ ബാല്യം വിട്ട് കൗമാരത്തിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് ഈ അകൽച്ചയും ഈ അന്തഛിദ്രങ്ങളൊക്കെ ഉടലെടുക്കുന്നത്. അത് തിരുത്താൻ എല്ലാവരും ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. അത് പോയി എന്നിന് പറയണു മഹാദുരന്തമായി പര്യവസാനിച്ചു. ഇങ്ങനെയുള്ള ഈ സംഭവങ്ങൾ മുഴുവൻ പറയുന്നതിനിടയിൽ അതാത് സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും പിന്തുടരാൻ, നമുക്ക് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ട ഒട്ടേറെ മൂല്യങ്ങളും മാതൃകകളും അടയാളപ്പെടുത്തിയാണ് മഹർഷി മുന്നോട്ട് പോയത്. അടയാളപ്പെടുത്തി. അതായത് ഈ ലോകത്ത് ഇത് മുഴുവൻ വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ബോധ്യമാകും ഈ ലോകത്ത് എത്ര സാമർഥ്യവും എത്ര സമ്പാദ്യവും എത്ര സൗഹൃദങ്ങളും എത്ര അധികാരവും വെച്ചുകൊണ്ട് എന്തൊക്കെ നേടാൻ, എന്തൊക്കെ നിലനിർത്താൻ ശ്രമിച്ചാലും അതിൻ്റെ പരിണിതഫലം പരാജയമായിരിക്കും എന്ന ഒരു വെളിപ്പെടുത്തൽ അറിയിക്കുന്നതോടൊപ്പം അങ്ങനെ പരാജയം പിന്നീട് ഉണ്ടാകുമെന്ന് കരുതി നിരാശരായിരിക്കാൻ നിർദ്ദേശിക്കലല്ല. അതാണ് ഭാരതത്തിൻ്റെ ആധ്യാത്മികത എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ നിരാശരായിരിക്കാൻ നിർദ്ദേശിക്കുകയല്ല, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ലോകത്ത് പെരുമാറുക, ജീവിക്കുക. നാളെ ഒരിക്കൽ നമുക്കും വേണ്ടി വരും വിരാമം. ചിലപ്പോഴൊക്കെ പറയാറുണ്ടല്ലോ, ഈ ഭൂമിയിൽ നമുക്ക് മുൻപേ ജീവിച്ചിരുന്നവരുടെ എണ്ണമാണോ നമ്മളോടൊപ്പം ജീവിച്ചിരിക്കുന്നവരുടെ എണ്ണമാണോ കൂടുതലുള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് മുൻപേ ജീവിച്ചിരുന്നവരുടെ എണ്ണമാണ് ഈ ലോകത്ത് കൂടുതലുള്ളത്. അപ്പം നമ്മുടെ പേരും ആ കൂട്ടത്തിലേക്ക് ചേർക്കപ്പെടേണ്ടതാ. നാളെ ഒരിക്കൽ നമ്മളും ചുമരിൽ പടമാകേണ്ടവരാ, സംശയം വേണ്ട. കാണാം, ചില്ലിട്ട് ഇങ്ങനെ മുമ്പറത്ത് ഇങ്ങനെ ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ഒരു ചില്ലുകൂട്ടിൽ തീരാനുള്ളതേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം. ഇരുന്നാൽ ഭാഗ്യം. ഇപ്പോഴുള്ള തലമുറകളാരും വെക്കണമെന്ന് തോന്നുന്നില്ല, ഉണ്ടാവില്ല, വെക്കുകയില്ല, വെക്കാൻ പോകണില്ല അവർ. കാരണം ഈ ഒരു രൂപം അവിടെ വെക്കാൻ യോജിച്ചതല്ല. ഇപ്പം ഇനി വെക്കുമെന്നാരും പ്രതീക്ഷിക്കേണ്ട. അപ്പം ചുമരിൽ പോലും പടമായിരിക്കാൻ അവസരമില്ലാത്ത ഒരു ജീവിതത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതറിഞ്ഞു വെച്ചോളൂ. അതുകൊണ്ട് ഭയമോ നിരാശയോ ഉത്കണ്ഠയോ പുലർത്തി കഴിയണമെന്നില്ല. നമുക്ക് ലഭിച്ച ഈ അവസരത്തെ നമ്മുടെ അധ്യാത്മമായ പുരോഗതിക്ക് ഉപയുക്തമാക്കാൻ പറ്റിയ തരത്തിൽ മൂല്യങ്ങളെയും ആശയങ്ങളെയും ഗ്രഹിക്കാനും അതിനെ സ്വീകരിച്ച് സ്വാംശീകരിച്ച് സ്വായത്തമാക്കാനുമുള്ള ശ്രമം നിരന്തരമായി നടത്തിയേ മതിയാകൂ. ആ ഒരു നൈരന്തര്യമാണ് നമുക്ക് ജീവിതത്തിന് ആവശ്യം. ഇങ്ങനെ പോയാലോ, ഇങ്ങനെ പോയി അവസാനം അതിനൊരു കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ ഉദ്ധവനുണ്ടായ വൈകാരികമായ ഒരു പ്രയാസം എല്ലാവർക്കും ജീവിതത്തിലുണ്ടാകും. ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മുടെ ബന്ധുജനങ്ങളെയൊക്കെ വേർപിരിയേണ്ട സമയത്ത്, പ്രായമേറെ ചെല്ലുന്ന സമയത്ത്, മക്കൾ പലരും കല്യാണം കഴിച്ച് അവരുടേതായ സ്വപ്നലോകത്തേക്ക് പറന്നുയരുന്ന സമയത്ത്, കൂടെ ഉണ്ടായിരുന്നവർ അല്ലെങ്കിൽ ഒരാൾ മണ്ണടിയുന്ന സമയത്തൊക്കെ ഈ ഒറ്റപ്പെടൽ എല്ലാവർക്കും ഉണ്ടാകും. ആർക്കുണ്ടാകാത്തത് ഈ ലോകത്ത് ഒറ്റപ്പെടൽ? ഇവിടെ വന്നത് ആൾക്കൂട്ടത്തോടു കൂടിയാണ് നമ്മൾ വന്നത്. എന്നാൽ നന്നായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ 1990 ഒരു 100 പേര് ഒരുമിച്ചിങ്ങനെ, പിറ്റേ ദിവസം ഒരു 100 പേര്, ഇങ്ങനെ ഒരു ആൾക്കൂട്ടമായിട്ടല്ലല്ലോ നമ്മൾ ഈ ലോകത്തേക്ക് വന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് വന്നത്. എപ്പോൾ ജനിച്ചു എന്നോ, എങ്ങനെ ഈ ശരീരം രൂപപ്പെട്ടു എന്നോ, ഇതിൻ്റേതൊക്കെ ആന്തരിക ഘടനകൾ എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്നോ ഒരാൾക്കും ഒരു പിടിയില്ല. അവിടെയാണ് നമ്മൾ ജഗന്നിയന്താവിന് വിധാതാവിന് മുമ്പിൽ കൈകൂപ്പി നിന്ന് പോകുന്നത്. ഈ ശരീരത്തിനുള്ളിൽ യന്ത്ര സംവിധാനങ്ങളുണ്ടല്ലോ, ഇതെല്ലാം കൂടി മെക്കനൈസ് ചെയ്താൽ 2 ഏക്കർ സ്ഥലം വേണം. എനിക്കൊരു വിലയുമില്ല എന്ന് ഒരാളും പറയരുത്. ഇതിൻ്റെയൊക്കെ ഒന്ന് വില നോട്ടി, ഒരു കിഡ്നിക്കൊരു കംപ്ലയിൻറ്റ് വന്നാൽ, ചെറിയൊരു തകരാറ്, അതൊന്ന് നേരെയാക്കണം, ഒരു സർജറി വേണം. ചിലപ്പോൾ പറയും കിഡ്നി മാറ്റി വെക്കണം. അന്വേഷിച്ചപ്പോഴാണ് 8 ലക്ഷം രൂപയാണ് കിഡ്നിക്ക് വില. പോരാ, ചിലപ്പോൾ അതിലും കൂടും. ഹാർട്ടിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഒരു തുള വീണാൽ തീർന്നു.
അപ്പോൾ തുളയില്ലാത്തൊരു ഹാർട്ടാണ് നമുക്ക് തന്നത്. ആവശ്യത്തിനുള്ള ദ്വാരങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി ഒന്ന് വില നോക്കിയാൽ, അപ്പോൾ ആരും വിലയില്ലാത്തവരാണ് നമ്മളെന്ന് കരുതരുത്. ഇതൊക്കെ സൗജന്യമായി ഭഗവാൻ നമുക്ക് നൽകി ഈ ശരീരത്തിലും ഈ പ്രപഞ്ചത്തിലും ആകമാനം അദ്ദേഹം വ്യാപിച്ചു നിൽക്കുന്നു. ആ പ്രപഞ്ചവിധാതാവിനെ, ആ ഈശ്വര തത്വത്തെ അറിയാനുള്ള സവിശേഷമായ അവസരം, അതായിത്തീരാനുള്ള ഏറ്റവും മഹത്തായ ഒരു സന്ദർഭമാണ് ഈ മനുഷ്യജന്മം എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ ഒരൊറ്റപ്പെടലും പ്രശ്നമാകില്ല. പോയിക്കോട്ടെന്നേ. ആരെയെ കാത്തിരിക്കണത്? ആർക്ക് വേണ്ടിയായി കാത്തിരിക്കണത്? കരുതിയിരിക്കണത് ഓ മകൻ നോക്കുന്നില്ല, മകൾ ഇവിടേക്കൊന്ന് ഫോൺ വിളിക്കുന്നില്ല, അതില്ല ഇതില്ല മറ്റതിൽ, സർവത്ര പരാതികളേ ഉള്ളൂ. എന്നാ ഈ പരാതി തീരുക? അപ്പോൾ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ അവസാന കാലത്ത് ഈ ഒറ്റപ്പെടലൊന്നും ഒരു വിഷയമല്ല. ഒറ്റയ്ക്കാണ് വന്നത്, പോകുമ്പോഴും ഇവരാരും കൂടെ വരാൻ പോണില്ല. അങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നതാണ് എപ്പോഴും നല്ലതും. അപ്പോൾ ജീവിതത്തിൻ്റെ ഈ യാത്രാവേളയിൽ ഈ ഒരു ആശയത്തെ ഉറപ്പിച്ചു നിർത്തി അവസാന കാലത്ത് ആരോരുമില്ല എന്നൊക്കെ കരുതി വിഷമിച്ച് സ്വയം ഉരുകിത്തീരാതെ ആ ജീവിതയാത്രയിൽ തന്നെ ഭഗവാനെ, പരമേശ്വരനെ, പരമ്പൊരുളിനെ ആശ്രയിച്ച് ജീവിക്കാനുള്ള ഒരാദർശവും നിഷ്ഠയും വളർത്തിയെടുക്കുകയാണ് നമ്മുടെ മുമ്പിലുള്ള പോംവഴി. അതാണ് പണ്ട് മുതലേ ഭാരതം സ്വീകരിച്ചിരുന്ന ഒരു മാർഗവും. എല്ലാവരെയും വിട്ടൊഴിഞ്ഞ് നിരാശരായ ജീവിതം ഹോമിക്കലല്ല. വാനപ്രസ്ഥവും സന്യാസവും ജീവിതത്തോട് ചേർത്തു വെച്ചത് ബ്രാഹ്മണ്യവും അതുപോലെ ക്ഷത്രിയത്വവും വൈശ്യത്വവും ശൂദ്രത്വവും പ്രകൃതിയാലുള്ളതെന്ന് പറയണത് പോലെ ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും സന്യാസവും ജീവിത പദ്ധതിയായി ചിട്ടപ്പെടുത്തിയ ഒരു പൈതൃകമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഇവരെല്ലാം ചെയ്തത് ഭരണാധികാരികളെല്ലാം അവരുടെ ചുമതലകളൊക്കെ കൃത്യമായി നിർവഹിച്ച് യഥാസമയത്ത് പിൻവാങ്ങി, ഉൾവലിഞ്ഞു. അത് നമ്മൾ പിൻവാങ്ങില്ല, നന്നായി. ഓക്കെ, ഇടപെട്ട അഭിപ്രായം പറഞ്ഞ് തർക്കിച്ച് വിലപേശി അവിടെയും പറഞ്ഞ് ഇവിടെയും കൊളുത്തി അവിടെയും അടിച്ച് എന്നിട്ട് ആകെ പ്രശ്നങ്ങളാണ്. ഇവിടുന്ന് അവിടെ ഇങ്ങനെയുള്ളവർ എവിടെ പോയാലും അവിടെയും പ്രശ്നം. അതായത് നമ്മൾ അസ്വസ്ഥരാണെങ്കിൽ, നമ്മൾ ഇറിറ്റേറ്റഡ് ആണെങ്കിൽ നമ്മൾ എവിടെയെല്ലാം പോകണോ അവിടെ എല്ലാം നമ്മൾ കുഴപ്പമുണ്ടാക്കും. ഉറപ്പാണ്, ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പമുണ്ടാക്കും. അത് നമ്മുടെ ഒരു പ്രകൃതമായിപ്പോൾ നമ്മൾ അസ്വസ്ഥരാണ്. ഏതെങ്കിലും ഗാർഹിക ജീവിതത്തിലോ ഔദ്യോഗിക ജീവിതത്തിലോ സൗഹൃദങ്ങളിലോ ഒക്കെ നമ്മൾ എപ്പോഴും അസ്വസ്ഥരാണെങ്കിൽ നമ്മൾ എവിടെ ചെല്ലുന്നുണ്ടോ, എത്ര വലിയ കാര്യങ്ങളാകട്ടോ, അവിടെയെല്ലാം നമ്മളിൽ നിന്ന് ഇറിറ്റേഷൻസ് ഉണ്ട്, അസ്വസ്ഥ. അപ്പോൾ എല്ലാവരും സ്വസ്ഥരായിരിക്കുക, ശാന്തരായിരിക്കുക. അങ്ങനെയുള്ളവരുടെ സംഗമമാണ് ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമം ലഭതേ പുരുഷേത്. അങ്ങനെയുള്ള മഹജനങ്ങളുടെ സമ്പർക്കത്തിൽ നിന്നും സാമീപ്യങ്ങളിൽ നിന്നും ആർജിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ മൂല്യങ്ങളും ആശയങ്ങളും നമ്മുടെ ജീവിതത്തിന് കരുത്താകണം, അത് ജീവിതത്തിന് പ്രകാശമാകണം. ഭഗവാൻ അത് ഉദ്ധവൻ അവസാനം പറഞ്ഞ് മനസ്സിലാക്കിയാണ് യാത്രയാക്കുന്നത്. അതുകൊണ്ട് ഉദ്ധവ, നീ ഒട്ടും വിഷമിക്കരുത്. എന്നോടൊപ്പം നിനക്ക് വരാനോ എന്നോടൊപ്പം നിന്നെ കൊണ്ടുപോകാനോ സാധ്യമല്ല. ആ ഒരു യാഥാർത്ഥ്യത്തെ തുറന്നു പറഞ്ഞു. വേണമെങ്കിൽ വ്യാസമഹർഷിക്ക് എഴുതാമായിരുന്നു. ഉടനെ കൃഷ്ണൻ ആകാശത്തേക്ക് കൈയുയർത്തി ഒരു വെള്ളി രഥം അവിടെ പ്രത്യക്ഷപ്പെട്ടു. താഴേക്ക് വന്നപ്പോൾ അത് സ്വർണ്ണവർണ്ണമായി മാറി. അതിൻ്റെ പീലികളൊക്കെ വിടർത്തി പരത്തി താഴത്ത് വന്ന് ഭഗവാൻ അതിൽ പ്രവേശിച്ചിരുന്നു. പിന്നാലെ ഉദ്ധവനെ കൈപിടിച്ചതിൽ പ്രവേശിപ്പിച്ചു. രണ്ടുപേരും കൂടി ആകാശത്തേക്ക് പറന്ന് അപ്രത്യക്ഷരായി എന്ന് വ്യാസമഹർഷി എഴുതിയാൽ ഒരാളും ചോദിക്കില്ല, ആരും ചോദ്യം ചെയ്യാനൊന്നും പോകണില്ല. അതൊന്നും പറഞ്ഞില്ല, യാഥാർത്ഥ്യത്തെ അതേപോലെ തന്നെ അവതരിപ്പിച്ചു വെച്ചു. അതുകൊണ്ട് ഉദ്ധവ, എന്നിൽ നിന്ന് ഭിന്നനാണ് നീ, വേറിട്ടവനാണ് നീ, ഒറ്റപ്പെട്ട് നിൽക്കുന്നവനാണ് നീ എന്ന അറിവാണ് നിന്നെ ഈ വികാരത്തിന് പ്രാപ്തനാക്കിയത്, അല്ലെങ്കിൽ പ്രേരിപ്പിച്ചത്. അപ്പോൾ എന്നിൽ നിന്ന് ഭിന്നനല്ല നീ, എന്നിൽ നിന്ന് ഭിന്നനല്ല, യാതൊന്നും എന്നിൽ നിന്ന് ഭിന്നമല്ല എന്ന അഭേദമായ ബുദ്ധിയാണ് ഇനിയും നിനക്ക് നേടേണ്ടത്. അതിന് വേറെ ആര് വിചാരിച്ചാലും സാധ്യമല്ല. നീ തന്നെ അതിന് പരിശ്രമിച്ചേ മതിയാകും. ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനം അവസാദേത്. നീ തന്നെ അതിന് പരിശ്രമിക്കണം. അതിനെന്ത് വേണം? ഇതൊക്കെ വിട്ടോളൂ, ഇതെല്ലാം വിട്ടു പോകണം. നേരെ എവിടേക്ക് വിട്ടോളൂ? ബദരിയിലേക്ക് വിട്ടോളൂ. ബദരീ വൃക്ഷങ്ങൾ കൊണ്ട് നിബിഡമായ നാരായണ പർവ്വതങ്ങളുടെ താഴ്വരയിൽ പോയി സ്വസ്ഥനായി ശാന്തനായി, ഒരു ബഹളവും ഈ കാര്യത്തിൽ വേണ്ട, ഒരു തരത്തിലുള്ള അലങ്കാരങ്ങളും വേണ്ട, ഒരു തരത്തിലുള്ള സന്നാഹങ്ങളും വേണ്ട. സ്വസ്ഥമായി ആ പ്രകൃതി രമണീയമായ ശാന്ത അന്തരീക്ഷത്തിൽ പോയി മൗനമായിരുന്ന് എന്നെ വിചാരിക്കൂ. ഇത്രേ വേണ്ടതുള്ളൂ. ഭഗവത് വിചിന്തനത്തിൽ മാത്രം മുഴുകുന്ന ഒരു അവസാന കാലം, ഒരു ഫൈനൽ ലാപ്പ്. കേൾക്കണം, ഇത് ഭാഗവതത്തിൽ ഫൈനൽ ലാപ്പാ. ജീവിതത്തിൽ അവസാന ഘട്ടമുണ്ടല്ലോ. ഭഗവത് വിചാരത്തിൽ മാത്രം മുഴുകി കഴിയാൻ എന്തു വേണം? ഭാഗ്യം വേണം.
അതിനുവേണ്ടി തയ്യാറാകണം മുൻപേ കൂട്ടി. ചില മുന്നൊരുക്കങ്ങൾ, കല്യാണത്തിന് മുന്നൊരുക്കം നടത്തുന്നില്ലേ, യാത്രയ്ക്ക് പോകാൻ മുന്നൊരുക്കങ്ങൾ നടത്തുന്നില്ലേ, വീട് വയ്ക്കാൻ എന്തെല്ലാം പ്ലാനും പദ്ധതിയും ആൾക്കാർക്ക്. ഇതുപോലെ എന്തുകൊണ്ട് സായാഹ്നത്തിലേക്കൊരു പദ്ധതി തയ്യാറാക്കാൻ പറ്റണില്ല? അവസാന കാലത്ത് ഒരു 60 കഴിഞ്ഞാൽ ഇനിയുള്ള കാലം ഇങ്ങനെയൊക്കെ മതി എന്ന് തീരുമാനിച്ച് അതിൽ ഒരു സ്ഥിരത, ഒരു ദൃഢത വരുത്താൻ എന്തുകൊണ്ട് ഒരു മുന്നൊരുക്കം നടത്താൻ ഇനിയും നമുക്ക് സാധിക്കുന്നില്ല? അപ്പം അങ്ങനെ വന്നാൽ ഈ ഒറ്റപ്പെടലൊന്നും പ്രശ്നമേ ആകില്ല. ഒറ്റയ്ക്ക് മതി. എന്താ, ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ ICUയിൽ പോകേണ്ടി വരില്ലേ? സർജറി വന്നാൽ വേദന തിന്നാതിരിക്കേണ്ടി വരുമോ? കൂടെയുള്ള വരുന്ന ഒരു കാര്യം ചെയ്യും, അമ്മ 8 ഗുളിക കഴിക്കണ്ടല്ലോ, ഞാനൊരു 4 കഴിക്കാം, ആങ്ങളയ്ക്കും കൊടുക്കാം ഒരു 4. അപ്പം അമ്മ കഴിക്കണ്ട, ഞങ്ങൾ പങ്കിട്ട് കഴിച്ചു എന്നൊക്കെ നടക്കണ കാര്യമാണോ കൂട്ടരെ ലോകത്ത്? അപ്പം അതുകൊണ്ട് ഉദ്ധവന് സംഭവിച്ചതുപോലെ, ഉദ്ധവൻ ചെയ്തതുപോലെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ഭഗവത് സ്മരണയിൽ മുഴുകി കഴിയാനുള്ള, അല്ലെ ഭഗവത് സ്മരണയിൽ ജീവിതം പര്യവസാനിപ്പിക്കാനുള്ള ഒരു യാത്രയിലേക്ക് ചുവടുവയ്ക്കാൻ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷ സത്രവും ഭാഗവത ഉപാസനയും നിങ്ങൾക്കെല്ലാവർക്കും പ്രേരണയും പ്രചോദനവുമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. നമസ്കാരം. 10 മാസം ചുമന്നെന്നെ പെറ്റുപാലിച്ചൊരമ്മയെ ചിത്തശുദ്ധി അണച്ചിടാൻ ഭക്തിപൂർവം തൊഴുന്നു ഞാൻ. കരയുന്നേരമേ വന്ന് കരതാരിലെടുത്തുടൻ മുലയൂട്ടിയൊരമ്മേ നീ അഴലാറ്റിത്തരേണമേ. മാറോടണച്ചു ചുംബിച്ചു കാലിൽ വച്ചാട്ടിയങ്ങനെ മാലെല്ലാം മാറ്റിയോരമ്മേ നീയല്ലാതില്ലൊരാശ്രയം. ഉൾത്താരിൽ അലിവോടെൻ്റെ അപരാധങ്ങളൊക്കെയും പൊറുത്തെനിക്കു സന്മാർഗം അരുളീടേണമേ സദാ. പല രാത്രിയുറങ്ങാതെ പകലാക്കി കഴിച്ചുമാം പരിപാലിച്ചൊരമ്മയ്ക്ക് പലവട്ടം തൊഴുന്നു ഞാൻ. പല രാത്രിയുറങ്ങാതെ പകലാക്കി കഴിച്ചുമാം പരിപാലിച്ചൊരമ്മയ്ക്ക് പലവട്ടം തൊഴുന്നു ഞാൻ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.